ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ വി പി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓണ എക്സാം ആണ് മാത്തമാറ്റിക്സിന്റെ. ഇന്നത്തെ ഒരു ഒറ്റ മെഗാ മാരത്തനോട് കൂടി 5 ചാപ്റ്ററുകളിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4 ചാപ്റ്റർ നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യും. 5ാമത്തെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു 30 മിനിറ്റ്സിന്റെ വീഡിയോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യം തന്നെ വെയിറ്റേജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. 80 മാർക്കിന്റെ പരീക്ഷയിൽ 35ഓളം മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ചാപ്റ്ററുകളിൽ നിന്നാണ്. അതിനുശേഷം 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 15 to 20 മാർക്കിന്റെ വെയിറ്റേജും 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 12 to 15 മാർക്കിന്റെ വെയിറ്റേജുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും ഒരു 8 മാർക്ക് വരെ മാക്സിമം വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. ഇതിൽ നിന്ന് വരാവുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം തുടങ്ങിയിട്ടുള്ള എക്സാമുകളിലെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് കോൺഫിഡന്റ് ആയിട്ട് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പു തരാം, ഈ നാളത്തെ ഓണ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ മാത്സ്ഡോയുടെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടാവും. സോ തുടങ്ങാം. ചാപ്റ്റർ 1 and 3 ഒപ്പമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അരിത്മെറ്റിക് സീക്വൻസുകളെ പറ്റിയുള്ള ചാപ്റ്റർ ആണ്. സോ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒന്നും പറയാതെ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് ചെയ്യാനുള്ള ഐഡിയ. Write the sequence of natural numbers which leaves remainder 4 on division by 6. 6 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 4 കിട്ടുന്ന സീക്വൻസ്, അല്ലെങ്കിൽ ശിഷ്ടം 4 കിട്ടണം, ബാക്കി 4 വരണം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയുള്ള സീക്വൻസ് കിട്ടണമെങ്കിൽ ഉള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള റിമൈൻഡർ എത്രയും നോക്കുക. ശിഷ്ടം 4 അല്ലേ? ആരെ കൊണ്ടാ ഡിവൈഡ് ചെയ്യണേ? 6 കൊണ്ടല്ലേ? ഇതൊക്കെയാണല്ലോ. ഒരു ട്രിക്കാണ്. റിമൈൻഡർ എന്താണോ അതായിട്ട് ഫസ്റ്റ് ടേം എടുക്കുക. റിമൈൻഡർ എന്താണോ അത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. ആരെ കൊണ്ടാണോ ഹരിക്കണത്, ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, അത് കോമൺ ഡിഫറൻസ്. തീർന്നു. സീക്വൻസ് പറഞ്ഞാണെങ്കിൽ ഫസ്റ്റ് ടേം 4, 6 കൂട്ടി പോയ 4, 10, 16, 22. സിമ്പിൾ ടെക്നിക്. ഇതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. 4 റുപ്യ കൊണ്ട് നിങ്ങൾ പീടി പോയി 6 റുപ്യന്റെ ഒരു സാധനം വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആട്ടി വിടൂലേ? 4 റുപ്യക്ക് 6 റുപ്യന്റെ സാധനം കിട്ടും? ഇല്ല, 4 ബാക്കിയാണ് റിമൈൻഡർ. ഇനി 10 റുപ്യ കൊണ്ട് നിങ്ങൾ പീടി പോയി 10 റുപ്യക്ക് 6 റുപ്യന്റെ എത്ര സാധനം കിട്ടും? ഒരു സാധനം കിട്ടും, ഒരു മിഠായി കിട്ടും. 6 റുപ്യന്റെ ഒരു മിഠായി തന്നു, പ്ലസ് കടക്കാരൻ ഒരു 4 രൂപ കൂടി ബാക്കി തരും. കണ്ടോ, റിമൈൻഡർ 4 കിട്ടണം. ഇതാണ് ആ സീക്വൻസ്. സിമ്പിൾ അല്ലേ? സോ ഒരു ടെക്നിക്കാണ് പറഞ്ഞത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യും. ആൻഡ് ഇത് ശ്രദ്ധിച്ചു, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 5ാമത്തെ ടേം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, 42. ഈ 8ാമത്തെ ടേം 62. ചോദിച്ചിട്ടുള്ളത് 2ാമത്തെ ടേം ആണ്. അതേപോലെ തന്നെ 14ാമത്തെ ടേം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 18 പദങ്ങളുടെ തുക ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോ. സാധാരണ ഒരു കുട്ടി എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണും. കോമൺ ഡിഫറൻസിന്റെ ഇക്വേഷൻ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അറിയാന്ന് പ്രതീക്ഷിക്കണം. ടേമുകൾ തമ്മിൽ കൊടുക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകൾ ഏതൊക്കെ? നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകളൊന്നും നോക്കി. 8ാമത്തെ ടേം 62, 5ാമത്തെ ടേം 42. കുറക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. 62 നിന്ന് 42 കുറക്കും ബൈ അതിന്റെ പൊസിഷനുകൾ. 62 എത്രാമത്തെ ടേം? 8ാമത്തെ ടേം, മൈനസ് 42 5ാമത്തെ ടേം. സോ 8 - 5 20/3 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. കോമൺ ഡിഫറൻസ് എത്ര കിട്ടുക? 20/3. ചില കുട്ടികൾ ഇത് പോയിന്റിലേക്കൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല. സാധാ പോലെ ചെയ്യേണ്ട ഒരു കുട്ടി ചെയ്യേണ്ട മെത്തേഡും കൃത്യമായിട്ട് ഇതിന്റെ ഐഡിയ ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ പിന്നെ കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് 5ാമത്തെ ടേം അറിയാം 42, 8ാമത്തെ ടേം അറിയാം 62, 2ാമത്തെ ടേമിനെ കിട്ടുക. 2ാമത്തെ ടേം കിട്ടണം. 5ാമത്തെ ടേം അറിയുന്ന ഒരു കുട്ടി 2ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ പിറകിലേക്ക് ചാടണം, 3 ഡി കുറക്കണം. അറിയാന്ന് പ്രതീക്ഷിക്കണം. 5ാമത്തെ ടേം നോക്കിക്കോ. 5ാമത്തെ ടേമിൽ നിൽക്കണം ഞാൻ. ബാക്ക് ഒരു ചാട്ടം ചാടി, ഒരു ചാട്ടം 1 ഡി. മുന്നിക്കാണെങ്കിൽ പ്ലസ് ഡി, ബാക്കാണെങ്കിൽ മൈനസ് ഡി. 4ാമത്തെ ടേമൊക്കെ എത്തി. 5ാമത്തെ ടേമിന് 1 ഡി കുറച്ചാൽ 4ാമത്തെ ടേമൊക്കെ എത്തി. 1 ഡിയും പാടെ കുറച്ചാൽ 3ാമത്തെ ടേമൊക്കെ എത്തി. 1 ഡിയും പാടെ കുറച്ചാൽ 2ാമത്തെ ടേം എത്തി. ഇപ്പൊ എത്ര ഡി കുറച്ചു? 3 ഡി കുറച്ചു. ഇതാണ് ഇക്വേഷൻ. അറിയാന്ന് പ്രതീക്ഷിക്കണം. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. സോ ദെൻ 2ാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 5ാമത്തെ ടേം എത്ര? 42 മൈനസ് 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 20/3 ആണ്. എടാ മക്കളെ ഈ 3 വെട്ടിപ്പോലെ മേലെന്തായുള്ള. സോ ബാക്കി എന്താ വരിക പറഞ്ഞാണേ? 42 മൈനസ് 20 മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 22. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ചെയ്യാം, പക്ഷേ ശ്രദ്ധിച്ചു കേട്ടോ.
കോമൺ ഡിഫറൻസ് ഒരു ഫ്രാക്ഷൻ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓല് ചോദിച്ച ചോദ്യങ്ങൾ ഇക്വേഷൻ വെച്ച് ഇങ്ങനെ ചെയ്യണം എന്നല്ല, ഓല് നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി കേട്ടോ, രണ്ടാമത്തെ ടേം നിങ്ങൾക്ക് അറിയില്ലല്ലോ. അഞ്ചാമത്തെ ടേം മക്കൾക്ക് എല്ലാവർക്കും അറിയാം 42. അതേപോലെ തന്നെ എട്ടാമത്തെ ടേം അറിയാം 62. 14ാമത്തെ ടേം ചോദിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കണം, ശ്രദ്ധിച്ചു കേട്ടോ. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ടേം 42 കണ്ടോ, എന്നെ എഴുതണോ. ഇനി എട്ടാമത്തെ ടേം 62. 14ാമത്തെ ടേം നിങ്ങളോട് ചോദിച്ചിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ടേമും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോട്ടോ, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ വരുന്നതെന്ന് പ്രതീക്ഷിക്കണു. അപ്പൊ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. അഞ്ചാമത്തെ ടേമിൽ നിന്ന് എട്ടാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര ഡി കൂട്ടണം? അഞ്ചാമത്തെ ടേമിൽ നിന്ന് എട്ടാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര വട്ടം പൊതുവ്യത്യാസം കൂട്ടണം, എത്ര വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടണം? അതിനൊരു ഐഡിയ ഉണ്ട്. ഐഡിയ എത്ര ഉള്ളൂ, ഇവിടെയുള്ള പൊസിഷൻ 8ഉം ഇവിടെയുള്ള പൊസിഷൻ 5ഉം അല്ലേ. ഇത് ഫൈനൽ പൊസിഷൻ, ഇത് തുടങ്ങണ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ ഇന്ന് കുറച്ചാൽ മതി. 8 ന്ന് 5 കുറച്ചാൽ 3. അപ്പൊ 3 ഡി കൂട്ടണം. അപ്പൊ എന്ത് വരും ഇവിടെ? 3 ഡി കൂട്ടണം. അഞ്ചാമത്തെ ടേമായിട്ടുള്ള 42ൽ നിന്ന് 3 ഡി കൂട്ടി എട്ടാമത്തെ ടേമിലേക്ക് എത്തിയപ്പോൾ ആ ടേം 62 ആയിട്ട് മാറി. അഥവാ ഇവിടെ 20 കൂടി ആണോ അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ 3 ഡി കൂടിയപ്പോൾ ഇവിടെ 20 കൂടി. കൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക. ഇനിയുള്ള ചോദ്യം കണ്ടോ, നമ്മളോട് ചോദിച്ചുള്ളത് രണ്ടാമത്തെ ടേം കിട്ടാൻ അഞ്ചാമത്തെ ടേമിൽ ബാക്കൊക്കെ വരണം. എത്ര ഡി ബാക്കൊക്കെ വരണം? 3 ഡി തന്നെ ബാക്കൊക്കെ വരണം. ഇഞ്ച ചോദ്യം ഇതാണ്. 3 ഡി കൂടിയപ്പോ 20 കൂടിയില്ലേ? അപ്പൊ 3 ഡി കുറയുമ്പോ എത്ര കുറയും? 20 കുറയില്ലേ? സോ ദാറ്റ്സ് എനഫ്. 42ൽ നിന്ന് 20 കുറച്ചാൽ ഇവിടെ എത്ര കിട്ടും? 22 എന്ന് ആൻസർ ഇട്ടു. കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പോകുന്നത് എട്ടാമത്തെ ടേമിൽ നിന്ന് 14ാമത്തെ ടേമൊക്കെ എത്താൻ എത്ര ഡി കൂട്ടണം പറയൂ? ഈ എട്ടാമത്തെ ടേമിൽ നിന്ന് 14ാമത്തെ ടേമൊക്കെ എത്താൻ എത്ര വട്ടം പൊതുവ്യത്യാസം കൂട്ടണം? 14ൽ നിന്ന് 8 കുറച്ചാൽ 6 വട്ടം. സോ 6 ഡി. എന്റെ ചോദ്യം ഇതാണ്. 6 ഡി കൂടുമ്പോൾ ഇവിടെ ഏത് സംഖ്യയാണ് കൂടുക? ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചൂടെ? 3 ഡി കൂടിയാൽ 20 ആണ് കൂടണമെങ്കിൽ 6 ഡി കൂടുമ്പോൾ ഇവിടെ 40 കൂടൂലേ? സോ 40 കൂടും. സോ ദാറ്റ് ഈസ് 62ക്ക് 40 കൂടിയാൽ 102 എന്ന് വരും. സിമ്പിൾ അല്ലേ? എ ക്വസ്റ്റ്യൻ ആൻസർ രണ്ടാമത്തെ ടേമാ ചോദിച്ച് 22. ബി ക്വസ്റ്റ്യൻ ആൻസർ 14ാമത്തെ ടേമാ ചോദിച്ച് 102. ഇത്രയുള്ള ആൻസർ കഴിഞ്ഞു. ഇനി അതിനുശേഷം എന്നോടുള്ള ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. 18 ടേംസിന്റെ സമ്മ്. 18 ടേംസിന് ആദ്യം സമ്മിന്റെ ഇക്വേഷൻ അറിയണം. n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ആണോ അല്ലേ? അപ്പൊ 18 ടേംസിന്റെ സമ്മ് പറയുമ്പോ S18 ഈക്വൽ ടു 18/2 ഇൻറ്റു x1 പ്ലസ് x18. ഓക്കെ ആണല്ലോ. 18/2 പറഞ്ഞാൽ 9 ആണ്. ഈ x1 പ്ലസ് x18, x1ഉം x18ഉം എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ടേമുകൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം അറിയാം, അഞ്ചാമത്തെ ടേം അറിയാം, എട്ടാമത്തെ ടേം അറിയാം, 14ാമത്തെ ടേം അറിയാം. x1 പ്ലസ് x18 പറഞ്ഞാൽ 2 പദങ്ങൾ കൂട്ടുകയല്ലേ? 2 പദങ്ങൾ കൂട്ടുകയാണ്. അതൊരു എന്താണ്? മറ്റേ സാധനമാണ്, മറ്റേ ജോഡി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു. x1, x2, x3, x4, x5. ശ്രദ്ധിച്ചോ? ഇത് രണ്ടും ഒരു പെയറാണ്. അതേമാതിരി ഇത് രണ്ടും ഒരു പെയറാണ്. ഇത് മിഡ്ടേമാണ്. അറിയാലോ അല്ലെ? ഇതും കൂട്ടിയാൽ 100 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതും കൂട്ടിയാലും എത്ര തന്നെ വരിക? 100 വരും. ഇത് അതിന്റെ പകുതി 50 ഏകാരം. ഇതൊക്കെ അറിയാലോ. ഇതെങ്ങനെ ജോഡിയാണെന്ന് മനസ്സിലാവുക? x1ഉം x5ഉം പോലെയുള്ള ജോഡി തന്നെയാണ് x2 x4. എങ്ങനെ മനസ്സിലാവുക? x1ന്റെ പൊസിഷൻ 1ഉം x5ന്റെ പൊസിഷൻ എന്താ? x1ന്റെ പൊസിഷൻ 1ഉം x5ന്റെ പൊസിഷൻ 5ഉം ആണ്. പൊസിഷൻ ഒന്ന് കൂട്ടി നോക്കി. 1ഉം 5ഉം കൂട്ടിയൊരു സംഖ്യ കിട്ടിയില്ലേ? അതേ സംഖ്യ തന്നെയാണോ? ഇതിന്റെ പൊസിഷനുകൾ കൂട്ടിയാൽ ഇവിടെ 2 പറഞ്ഞ രണ്ടാമത്തെ ടേം, ഇവിടെ 4ാമത്തെ ടേം കൂട്ടുന്നത്. 2ഉം 4ഉം കൂട്ടി 6 തന്നെയല്ലേ? ആണ്. അപ്പൊ ഇതേ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പെയറിന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ x1 പ്ലസ് x18, ഇതിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കി. 1ഉം 18ഉം കൂട്ടിയാൽ 19 വരും. അങ്ങനെ പൊസിഷനുകൾ കൂട്ടിയാൽ 19 കിട്ടണ ഏതെങ്കിലും 2 ടേമുകൾ ഇവിടെ ഉണ്ട്. 5ാമത്തെ ടേമും 14ാമത്തെ ടേമും. ഞാൻ ഈ x5 പ്ലസ് x14 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിന്റെ പൊസിഷൻ ഒന്ന് കൂട്ടി നോക്കുക. 1ഉം 18ഉം 19, 5ഉം 14ഉം 19. അഥവാ ഇത് ചെയ്താൽ എന്താണോ ഉത്തരം കിട്ടുന്നത് അതന്നെയാണ് ഇത് ചെയ്താലും കിട്ടുക. കാരണം നമുക്ക് ഇതേ അറിയുള്ളൂ, ഇത് രണ്ടും അറിയില്ല. സോ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്തു. 9 ഇൻറ്റു x5 എത്രടാ? x5 ക്വസ്റ്റ്യനിലുണ്ട് 42. x14 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു 102. സോ ദ ആൻസർ ഈസ് 9 ഇൻറ്റു 42. എത്ര? 42 പ്ലസ് 102, ദാറ്റ് ഈസ് 144. ഇങ്ങനെയാണ് വരിക. 9 ഇൻറ്റു 144 എത്ര വരിക? 9 ഇൻറ്റു 144 1296 സോറി 1296 ആൻസർ വരും. സിമ്പിൾ ആണ്.
ചെയ്തു നോക്കാം. ഇനി അതിനുശേഷം നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 133. സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് 511. നാലാമത്തെ ടേം, 11ാമത്തെ ടേം, പിന്നെ ഈ സീക്വൻസ് 3 ടേംസ് ചെയ്ത സിമ്പിൾ ഐഡിയ ആണ്. നോക്കിക്കോ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4. ശ്രദ്ധിച്ചോട്ടോ, കോൺസെപ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടി അത് മൊത്തം എഴുതുകയാണ്. ഐഡിയ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 പ്ലസ് x11 പ്ലസ് x12 പ്ലസ് x13 പ്ലസ് x14. നോക്കണേ, ഐഡിയ ശ്രദ്ധിച്ചോ. ആദ്യത്തെ 7 ഡാമുകളുടെ സമ്മ് 133 എന്നാ പറഞ്ഞ ആദ്യം. അപ്പൊ ആദ്യത്തെ 7 ഡാമുകൾ ഇതല്ലേ? ഇത് കൂട്ടിയാൽ 133 കിട്ടും. ആണോ അല്ലേ? ഇനി അടുത്തത് ആദ്യത്തെ 14 ഡാംസിന്റെ സമ്മ് 511 ആദ്യത്തെ 14 ഡാം പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ടോട്ടൽ 14 ഡാംസ് ഒക്കെ പാടെ കൂട്ടിയാൽ 511 കിട്ടും. 511. എന്റെ ചോദ്യം ഇതാണ്, ഈ അവസാനത്തെ 7 ഡാമില്ലേ, ആദ്യത്തെ ടോട്ടൽ 14 ആദ്യത്തെ എണ്ണത്തിന് 133, അവസാനത്തെ എണ്ണം കൂട്ടി എത്ര വരിക? ബുദ്ധിയുള്ള ഒരാൾക്ക് പറഞ്ഞൂടെ, ടോട്ടൽ ഒക്കെ പാടെ കൂട്ടി 511 അതൊന്ന് ആദ്യത്തെ എണ്ണത്തിന്റെ സമ്മ കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 378 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങോട്ട് ചോദിച്ചോ. ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്, എടാ മക്കളെ, ഇവിടെ ഒരു 7 ഡാം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മിഡ് ടേം ആരായിരിക്കും? 7 ആളുണ്ടെങ്കിൽ എങ്ങനെ മിഡ് ടേം കാണുക? 7ലേക്ക് 1 കൂട്ടുക. 7ലേക്ക് 1 കൂട്ടിയാൽ 8, അതിന്റെ പകുതി 4ാമത്തെ ആളേക്കാരം മിഡ് ടേം. എപ്പോഴും അങ്ങനെ 5 ആൾക്കാരുണ്ടെങ്കിൽ മിഡ് ടേം എങ്ങനെയാണ്? 5 കൊന്നിട്ട് 6, അതിന്റെ പകുതി 3ാമത്തെ ആള്. അതേപോലെ 7 ആൾക്കാരുണ്ടെങ്കിൽ അവിടുത്തെ മിഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അവിടുത്തെ മിഡ് ടേം ഇയാളാണ്, 4ാമത്തെ ടേമാണ്. ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 4ാമത്തെ പദം തന്നെ ആയിരിക്കും, 4ാമത്തെ ടേം തന്നെ ആയിരിക്കും. അതങ്ങനെ ചോദിക്കൂ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ വരിക മധ്യപദത്തിന്റെ ഇക്വേഷൻ വരിക. മിഡ് ടേം ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ. മധ്യപദം സമം തുക ബൈ എണ്ണം. അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. ഫുള്ള് നിങ്ങൾ ചെയ്തോ. സോ ദെൻ നോക്കിക്കോ എങ്ങനെ ചെയ്യാം. മിഡ് ടേം എന്താ വരിക? മിഡ് ടേം 4ാമത്തെ ടേം ആണ്. ഈക്വൽ ടു സം എത്ര വരിക? ആദ്യത്തെ എണ്ണത്തിന്റെ സം അല്ലേ വരിക? ആദ്യത്തെ എണ്ണത്തിന്റെ സം പറയുമ്പോൾ 133 ഡിവൈഡഡ് ബൈ ഈ എണ്ണം. എത്ര ആൾക്കാരുടെ സമ്മാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്? 7 ആളുകളുടെ. സോ ഡിവൈഡഡ് ബൈ 7, ദാറ്റ് ഇസ് ഈക്വൽ ടു 19 എന്ന് വരും. 4ാമത്തെ ടേം 19 എന്ന് വരും. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. അടുത്ത ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ചോദ്യം. 11ാമത്തെ ടേം എത്ര എന്നാ ചോദിച്ചിരിക്കണം? 11ാമത്തെ ടേമാ ചോദിച്ചിരിക്കണേ. 11ാമത്തെ ടേം ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ 14 ടേം പറയുമ്പോൾ അവിടെ മിഡ് ടേം ഇല്ല. 14 ഒരു ഇരട്ട സംഖ്യയാണ്, മിഡ് ടേം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രയാണ്. അവസാനത്തെ 7 ടേം നോക്കി അവസാനത്തെ 7 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മിഡ് ടേം ഉണ്ടാവില്ലേ? 7 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ മിഡ് ടേം പറഞ്ഞാൽ 7 കൊന്നിട്ട് 8, അതിന്റെ പകുതി 4ാമത്തെ ടേമേക്കാരം. ഇവിടെ 4ാമത്തെ ആളാരാ? 1 2 3 4. ഇവനായിരിക്കും ഇവിടുത്തെ മിഡ് ടേം. ആണോ അല്ലേ? ഇവനായിരിക്കും ഇവിടുത്തെ മിഡ് ടേം. ഇവനായിരിക്കും ഇവിടുത്തെ മിഡ് ടേം. 11ാമത്തെ ടേം അതന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ഇക്വേഷൻ. മിഡ് ടേം ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ. എന്താണ് മിഡ് ടേം? ഇവിടെ ആ ലാസ്റ്റത്തെ എണ്ണത്തിന് ഉണ്ടോ മിഡ് ടേം? x11 ഇസ് ഈക്വൽ ടു 11ാമത്തെ ടേമാണ് മിഡ് ടേം. സം എത്ര വരിക? എല്ലാ 14ന്റെയും കൂടി കൂട്ടേണ്ട ആവശ്യമുണ്ടോ? 14ന്റെയും കൂടി കൂട്ടേണ്ട ആവശ്യമുണ്ടോ? 511 വേണോ? വേണ്ട. അവസാനത്തെ എണ്ണത്തിന്റെ സമ്മ മതി. അത് എത്രയാണ്? 378 ആണ്. സോ 378 ബൈ നമ്പർ എത്ര വരിക? ടോട്ടൽ 14 ആണോ വരിക? 7 ആണോ വരിക? ഈ അവസാനത്തെ എണ്ണം മാത്രമല്ലേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. സോ 7. 378 ഡിവൈഡഡ് ബൈ 7 പറയുമ്പോൾ 35 5 2 8 4. x11 is equal to 54 എന്ന് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. x4ഉം x11ഉം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടൂടെ? എന്താ ഇക്വേഷൻ? TD ബൈ PD വെച്ച് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കണ്ട 54 19 പോയി കഴിഞ്ഞാൽ 35 ബൈ പൊസിഷൻ ഡിഫറൻസ് 7, ദാറ്റ് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 5 കിട്ടും. ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടുക? x1 എങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് അറിയാവുന്ന ഡാമുകളിൽ x1നോട് ഏറ്റവും അടുത്തുള്ള ഡാം x4 ആണ്. 4ാമത്തെ ഡാമാണ്. 4ാമത്തെ ഡാം 3 വട്ടം D കുറച്ചാൽ
ഒന്നാമത്തെ ടേമിലേക്ക് എത്തും. സോ ദാറ്റ് ഈസ് x4 19 മൈനസ് 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 5. ദാറ്റ് ഇസ് ഈക്വൽ ടു 19 മൈനസ് 15. ആദ്യം ബോർഡ് മാസ് പ്രകാരം ഗുണിച്ചിട്ടേ കുറക്കാൻ പാടുള്ളൂ. സോ 4 എന്ന് വരും. സോ ആദ്യത്തെ കോമൺ ഡിഫറൻസ് 5ഉം ആദ്യത്തെ പദം 4ഉം ആണെങ്കിൽ സീക്വൻസ് എന്താ വരിക? 4, 9, 14, 19, 24 എക്സെട്ര അങ്ങനെ പോകും. സീക്വൻസും കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ. എടാ 3 ഡിജിറ്റ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ 100ഉം ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ 999 ആണോ അല്ലേ? എത്ര 3 ഡിജിറ്റ് നമ്പർ? എത്ര 1 ഡിജിറ്റ് നമ്പർ ഉണ്ട്? ഒരു ഡിജിറ്റുള്ള ഒരക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9 എണ്ണ. 1, 2, 3 അങ്ങനെ പോയി 9 വരെ. എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട് അറിയാം? 10 മുതൽ 99 വരെ. ഇരുന്നുണ്ട് എണ്ണി നോക്കുക. 99 വരെ 90 ഉണ്ടാവുള്ളൂ. കാരണം 99 വരെ ആദ്യത്തെ 9 1 ഡിജിറ്റ് ആണ്. 2 ഡിജിറ്റ് പറയുമ്പോൾ 10 മുതലാണ് എണ്ണി തുടങ്ങുക. സോ 90. 9ന്റെ മുട്ടിലൊരു 0 ഇട്ടാൽ മതി. 3 ഡിജിറ്റ് കണ്ണും പൂട്ടി എഴുതിക്കോളി 900 ഉണ്ടാവുക. 100 മുതൽ 999 വരെ എണ്ണി കഴിഞ്ഞാൽ 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാകും. അതൊക്കെ അവിടെ കട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാത്തമാറ്റിക്സ് ചാൻസസിലൊക്കെ യൂസ് ആവും. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചോ, 100ന്റെയും 999ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് മാത്രമേ ഈ സീക്വൻസിൽ എഴുതാൻ പാടുള്ളൂ. 3 ഡിജിറ്റ് നമ്പേഴ്സ്. അത് 7ന്റെ മൾട്ടിപ്പിൾ ആവണം. 100 ഏറ്റവും ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ 100. 100 ഈ സീക്വൻസിൽ ഉണ്ടോ നോക്കണമെങ്കിൽ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ റിമൈൻഡർ എത്ര വരുന്നത്? റിമൈൻഡർ വരാൻ പാടില്ല. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്ടം, ബാക്കി വരുന്നത്. ബാക്കി വരാൻ പാടില്ലല്ലോ. 100 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ബാക്കി വരാൻ പാടുണ്ടോ? ബാക്കി വന്നാൽ 100 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ കിട്ടുക? 7ന്റെ മൾട്ടിപ്പിൾസ് അങ്ങനെ ചൊല്ലിയൊക്കെ 7, 14 അങ്ങനെ പോയി 3 ഉള്ള ഫസ്റ്റത്തെ 7ന്റെ മൾട്ടിപ്പിൾ ചൊല്ലുക 105 ആയിരിക്കും. ഒറ്റയടിക്ക് ചെയ്താം. അങ്ങനെ ചെയ്താം. അതിനെക്കാട്ടും നല്ല ടെസ്റ്റ് അടിക്കണം. കണ്ടോളി. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1ൽ 7, 10ൽ ഒരു 7, 7, 3, 0, 30ൽ 4, 7, 28, ശിഷ്ടം 2. അവിടെ റിമൈൻഡർ 2 ആണ് കിട്ടുക. ഈ റിമൈൻഡർ 2 പറഞ്ഞാൽ 100ൽ 7ന്റെ മൾട്ടിപ്പിളും കഴിഞ്ഞിട്ട് ഏറെ വരുന്ന 2 ആണ്. എക്സ്ട്രാ വരുന്ന 2 ആണ്. ആ 2 ഒഴിവാക്കിയാൽ ഇവിടെ എത്ര വരും? 98 എന്ന് വരില്ലേ? അഥവാ 100ന്റെ ഏറ്റവും അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 98 ആണ്. പക്ഷെ 98ന് ഈ സീക്വൻസിൽ എഴുതാൻ പറ്റൂല. എന്തുകൊണ്ടാ? 98ൽ 2 ഡിജിറ്റ് ഉള്ളൂ, 3 ഡിജിറ്റ് വേണ്ടേ? അപ്പൊ 98 ആണ് 100ന്റെ ഏറ്റവും അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിള്. അപ്പൊ ഞാൻ അടുത്ത് കിട്ടൂലേ? 3 ഡിജിറ്റുള്ള വേഗം കിട്ടൂലേ? 98 കഴിഞ്ഞാൽ അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ ഏതാ? 7ന്റെ ഗുണനപ്പട്ടികയിലുള്ള ആളാരാ? 7 കൂട്ടിയാൽ മതി. ഇനി 7 കൂട്ടി പോയാൽ മതി. 98ക്ക് 7 കൂട്ടിയാൽ 105 ആയിരിക്കും ഫസ്റ്റത്തെ 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ പതുക്കെ കേൾക്കുക, ബേക്കടിച്ചൊന്ന് കേൾക്കുക, കണക്ട് ആവും. ഇനി അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 112. 7 കൂട്ടി പോവാ 119. 7 കൂട്ടി പോവാ 126. ഇത് പോയി എവിടെയെങ്കിലൊക്കെ നിൽക്കണ്ടേ? മാക്സിമം എവിടം വരെ പോവാം? 999 വരെ പോവാം. 999 7ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കാം. റിമൈൻഡർ എത്ര നോക്കാം? 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. റിമൈൻഡർ 5 ആണ്. നിങ്ങൾ ഹരിച്ചു നോക്കട്ടോ. അപ്പൊ ബാക്കി 5 വരും. 999നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 ബാക്കി വരുന്നെന്ന് പറഞ്ഞാൽ 999 7ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ പോയി കഴിഞ്ഞാലും ഒരു 5 ബാക്കി ഉണ്ട് എന്നർത്ഥം. ആ 5 നമുക്ക് ആവശ്യമില്ല. ആ 5 കൊണ്ട് ഒഴിവാക്കുക. സോ 999ന്റെ ഏറ്റവും അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 994. ഡൗട്ട് ഉണ്ടെങ്കിൽ 994 കഴിഞ്ഞാൽ അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ഒരു 7 കൂടി കൂട്ടി നോക്കിയാൽ മതി. 1001 വരിക. 1001ൽ 4 ഡിജിറ്റ് ഉണ്ട്. പറ്റൂല. സോ ദിസ് ഈസ് എ സീക്വൻസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ സീക്വൻസ് കിട്ടി 105, 112, 119 എക്സെട്ര 994. ഇനി അടുത്ത് ആദ്യ പദവും അവസാന പദവും കാണുക. ക്വസ്റ്റ്യൻ ആണ്. ആദ്യ പദം x1 എന്ന് പറഞ്ഞാൽ 105, അവസാന പദം xn എന്ന് പറഞ്ഞാൽ 994. അടുത്തെന്താ ചോദ്യം? ആകെ എത്ര പദങ്ങളുണ്ട്? ഇവിടെ എത്ര പദങ്ങളുണ്ട് എന്ന് കാണണം. നമ്പർ ഓഫ് ടേംസ് കാണണം. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് 7 തന്നെയാണ് വരിക. കോമൺ ഡിഫറൻസ് 7 തന്നെയാണ് വരിക. നോക്കിക്കോ, xn എന്ന് പറഞ്ഞാൽ 994 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 105 ബൈ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്ലസ് 1 ചെയ്ത് നോക്കാം. 889 ബൈ 7 പ്ലസ് 1 എന്ന് വരും. 889 ബൈ 7 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 880 എത്ര വരിക? 70, 10, 11, 12 സതപോലെ ചെയ്യാം. 1 പിന്നെ 18, 18ൽ 2, 2, 4, 49ൽ 7. സോ 127. പിന്നെ ഒരു പ്ലസ് 1 ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 128. എന്നിഞ്ഞ എവിടെ കണ്ടാലും 128 എന്ന് എഴുതിക്കോണ്ടി. എന്നിഞ്ഞ എവിടെ കണ്ടാലും 128 എന്ന് എഴുതിക്കോണ്ടി. സോ ദെൻ അടുത്ത ചോദ്യം എന്താ നോക്കാം. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം നോക്കാം. എല്ലാ പദങ്ങളുടെയും തുക കാണുക. ഈ ശ്രേണിയിൽ എല്ലാ പദങ്ങളുടെയും തുക കാണണമെങ്കിൽ സിമ്പിൾ ആണ്, സം കാണണം. ബി ക്വസ്റ്റ്യൻ അല്ല, സി ക്വസ്റ്റ്യൻ ആണ്. സം കാണാനുള്ള ഇക്വേഷൻ എസ് എൻ ഈക്വൽ എല്ലാ മക്കൾക്കും അറിയാം, n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഇക്വേഷൻ ആണ്. അതിൽ n ഉള്ളതൊക്കെ എന്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കണേ, n ഉള്ളതൊക്കെ 128 കൊടുക്കുക. n പകരമൊക്കെ എവിടെയൊക്കെ n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, അവിടെയൊക്കെ 128 കൊടുത്താണ്. ഇപ്പൊ s 128 ഈക്വൽ ടു 128/2 ഇൻറ്റു x1 പ്ലസ് x 128 എന്ന് വരും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ 128ന്റെ പകുതി 64 ഇൻറ്റു x1 എത്ര മക്കളെ, x1 എന്ന ഫസ്റ്റത്തെ ടേം ഇതാ 105 പ്ലസ് 128ാമത്തെ ടേം ആണ് അവസാനത്തെ ടേം അല്ലേ. ഇവിടെ ടോട്ടൽ 128 ടേം ഉണ്ട് പറഞ്ഞു. അതിൽ 128ാമത്തെ ആൾ പറഞ്ഞു ഞാനൊരു ഓട്ട മത്സരത്തിന് പോയി, ഞാൻ 10 ആൾക്കാർ മത്സരിക്കുന്ന ഓട്ട മത്സരത്തിൽ ഞാൻ മത്സരിച്ചു 10ാം സ്ഥാനത്തെത്തി. അഥവാ ഞാൻ അവസാനത്തെ ആണെന്നല്ലേ അർത്ഥം. സോ ദാറ്റ്സ് എനഫ്. അപ്പൊ അവിടെ എന്ത് വരും, 128ാമത്തെ പദം 994. സോ 64 ഇൻറ്റു 105ഉം 994 കൂട്ടിക്കഴിഞ്ഞാൽ 1099. ഈ എത്ര വരും, 1099 ഇൻറ്റു 64 അടച്ചോനെ 64 64 4 11 വരുമ്പോ 0 704 70 400 70 336 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊരു ഗസ് അടിച്ചതാണ്, ഒരു കമ്മട്ടത്തിന് അടിച്ചതാണ്. ചെറിയ പിഴവ് ചിലപ്പോ വരാൻ ചാൻസ് കുറവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മൈക്കില്ലേ? ഓക്കെ. ഇനി അതിനുശേഷം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 8. ഫസ്റ്റ് ഇടാം 8. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 4. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ അൾജിബ്രായിക് ഫോം എക്സ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, dn പ്ലസ് f മൈനസ് ഡി എന്ന് പഠിച്ച ആൾക്കാരുണ്ടാവും. അവിടെ ബ്രാക്കറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും ചെയ്താൽ മതി. ഡി എത്ര, 4n പ്ലസ് f 8 മൈനസ് ഡി 4n പ്ലസ് 4n. എന്താ ചോദ്യം? റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് സം ഓഫ് ദ സീക്വൻസ്. അടിപൊളി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം നമുക്കറിയാം 8, കോമൺ ഡിഫറൻസ് 4 അല്ലേ. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം കാണുമ്പോൾ കോമൺ ഡിഫറൻസ് അല്ല വേണ്ട, കോമൺ ഡിഫറൻസിന്റെ പകുതി വരണം, എന്നാലൊരു ത്രില്ലുള്ളൂ. കോമൺ ഡിഫറൻസ് 4 ആണ്. ഈ കോമൺ ഡിഫറൻസിന്റെ പകുതി 2 വരും. ഇനി നോക്കിക്കോ, സമ്മിന്റെ ഇക്വേഷൻ ഇതാണ്, ഞാൻ ഇങ്ങോട്ട് എഴുതാം. കോമൺ ഡിഫറൻസ് 4, അപ്പൊ കോമൺ ഡിഫറൻസിന്റെ പകുതി എത്ര, 2. ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇതാണ് പ്രിഫർ ചെയ്യാറ്, അതാകുമ്പോൾ ഒന്നുകൂടി സുഖമാണ്. സോ ദെൻ എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ്, d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n. ചില ആളുകൾ എസ് എൻ ഇസ് ഈക്വൽ ടു pn സ്ക്വയർ പ്ലസ് qn എന്നും പഠിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ചതൊക്കെ പക്കയാണ്, പക്ഷെ ഞാനൊന്നുകൂടി പ്രിഫർ ചെയ്തതാണ്. കുറച്ച് നീളമുണ്ടെങ്കിൽ പോലും ഇവിടെ പി എന്ന് പറഞ്ഞാൽ d/2 ഇതാകുമ്പോ പിന്നെ പി ക്യൂ എന്താ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാ. ഡി എന്താ, d/2 പറഞ്ഞാൽ അതിന്റെ പകുതി, എഫ് ഒക്കെ അറിയുന്ന ആൾക്കാരാ. ഇത് പഠിക്കാനുള്ള ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. എൻ സ്ക്വയറിന്റെ ഒരു ഡാമുണ്ട്, എന്നിന്റെ ഒരു ഡാമുണ്ട്. എൻ സ്ക്വയറിന്റെ ഒപ്പം d/2 ഉണ്ടാവും, എന്നിന്റെ ഒപ്പം f മൈനസ് d/2 ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. സോ ഏതായാലും നോക്കിക്കോ, d/2 എന്നാൽ 2 n സ്ക്വയർ പ്ലസ് എഫ് എത്ര 8 മൈനസ് d/2 വീണ്ടും 2 ഇൻറ്റു n. ഇവിടെ ഡീനല്ല നമുക്ക് ആവശ്യം, d/2 ആവശ്യം. അതുകൊണ്ട് തന്നെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് d/2 ആണ് എപ്പോഴും കിട്ടുക. d/2 കിട്ടിയിട്ടേ നമുക്ക് d കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ. എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് കാര്യം. എസ് എൻ ഇസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 8 2 6. സോ 2n സ്ക്വയർ പ്ലസ് 6. ഇതാണ് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം. ഒരു സമാന്തര ശ്രേണിയുടെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി, 15ാം പദത്തിന്റെയും 16ാം പദത്തിന്റെയും തുക 122 ആയാൽ 30 പദങ്ങളുടെ തുക. 30 തുക കാണാനുള്ള ഇക്വേഷൻ എന്താ, n/2 ഇൻറ്റു x1 പ്ലസ് x. അപ്പൊ സാർ അതെന്താ വെച്ചിട്ടുണ്ട്, അത് ബീജഗണിത രൂപമാണ്. ഇത് ചില സാഹചര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പ്രൂഫിൽ, സമ്മുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഫ് അല്ലെങ്കിൽ പ്രത്യേകം ചോദിക്കും. മിക്കവാറും അങ്ങനത്തെ കേസിലൊക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇതാണ് ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു, രണ്ട് സെയിം ആട്ടാ. ഇനി 30 പദങ്ങളുടെ തുകയല്ല, അപ്പൊ എന്നിലോടത്തൊക്കെ 30 കൊടുക്കുക. എസ് 30 ഇസ് ഈക്വൽ ടു 30/2 ഇൻറ്റു x1 പ്ലസ് x 30. ഞാൻ 30/2 15 ചെയ്ത് x1 പ്ലസ് x 30, x1 x 30 വെച്ചറിയില്ല. ഞാൻ അതിന്റെ പകരം x15 പ്ലസ് x 16 ചെയ്ത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ നോക്കി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് രണ്ടാളെ കൂട്ടുകയാണെങ്കിൽ അത് പെയറാണ്, ജോഡി. പെയർ എപ്പോഴും കുറെ പേരാളുണ്ടാവില്ലേ, ഒരേ ഇത് തന്നെ കുറെ പേരാളുണ്ടാവും. എല്ലാത്തിന്റെ സമ്മ് സെയിമാ. ഇതിന്റെ പൊസിഷൻ ഒന്ന് കൂട്ടിയൊക്കെ, 1 30 കൂട്ടിയ 31, 15 16 കൂട്ടിയ 31. അഥവാ പൊസിഷനുകൾ സെയിം ആണ്, പൊസിഷനുകൾ കൂട്ടിയ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, ഇത് ചെയ്ത എന്താണോ ഉത്തരം കിട്ടുന്നത് അതേ ഉത്തരം തന്നെ ഈ കാര്യത്തിന്റെ പെയർ ആണ്, അറിയാന്ന് പ്രതീക്ഷിക്കണം. സോ ദെൻ ഇവിടെ വരിക 15 ഇൻറ്റു x 15 പ്ലസ് x 16 122 ആണെന്ന് ഓൾറെഡി പറഞ്ഞുകൊണ്ട് നേരെ എടുത്ത് ചെയ്താ.
15 ഇൻറ്റു 122 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇൻറ്റു 122 ഒരു സംഖ്യനെ 15 കൊണ്ട് ഒരു സംഖ്യയെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ 15 ഇൻറ്റു 122 ചെയ്യണം. സിമ്പിൾ ടെക്നിക്ക് പഠിച്ചോളൂ. 122 എഴുതുക, അതിന്റെ പകുതി എഴുതുക 61, ജസ്റ്റ് കൂട്ടുക 183, ഒരു 0 ഇട്ട് കൊടുക്കുക, ആൻസർ ആയി. സിമ്പിൾ ടെക്നിക്ക്, ഏതൊരു സംഖ്യയാണെങ്കിലും പറ്റും. ഇപ്പൊ 42 ഇൻറ്റു 15 ആണ് ചെയ്യണത്. 42 എഴുതുക, അതിന്റെ പകുതി എഴുതുക 21, രണ്ടും കൂടി കൂട്ടുക 63, ഒരു 0 ഇട്ട് കൊടുക്കുക 630. കണ്ടോ, സിമ്പിൾ ടെക്നിക്ക്. So the answer is 1830. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ ഇതില്? ഇല്ല, 1830. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is 3n square plus 5n. അഥവാ സമ്മിന്റെ ആൽജിബ്രായിക് ഫോം എന്താണ്? തുകയുടെ ബീജഗണിത രൂപം. മനസ്സിലാക്കുക, തുകയുടെ ബീജഗണിത രൂപം എല്ലാ കുട്ടികൾക്കും അറിയാം. Sn is equal to d/2n square plus f minus d/2 into n ആണ് വരിക. ആണോ അല്ലേ? അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, n സ്ക്വയറിന്റെ ഒപ്പമുള്ള d/2 ആണ്. അഥവാ ഇവിടെ n സ്ക്വയറിന്റെ ഒപ്പമുള്ള 3 അല്ലേ? ദാറ്റ് ഈസ് 3 എന്ന് പറഞ്ഞാൽ d/2 ആണ്. ഡിന്റെ പകുതിയാണ് 3, d/2 3. അപ്പൊ d എന്തേ കാരം വരിക? d എന്ന് പറഞ്ഞാൽ ബൈ 2 അങ്ങോട്ട് പോയാൽ പോരെ. ഇപ്പൊ 3 ഇൻറ്റു 2 ആയില്ലേ? അഥവാ d എന്ന് പറഞ്ഞാൽ 6 വരും. അഥവാ ഡിന്റെ പകുതി 3 ആണെങ്കിൽ d പറഞ്ഞാൽ അതിന്റെ ഡബിൾ 6. ഇനി ഫസ്റ്റ് ടേം എന്താ വരിക? ഫസ്റ്റ് ടേം കിട്ടാനുള്ള ടെക്നിക്ക് ഇത്രയുള്ളൂ. n സ്ക്വയറും n ഒക്കെ പൊത്തി പിടിക്കുക. ബാക്കി എന്താ അവിടെ ഉള്ളത്? അത് എഴുതുക 3 + 5. അപ്പൊ ഇവിടെ 3 ഒന്നും ഇല്ലെങ്കിലോ? വെറും n സ്ക്വയർ പ്ലസ് 5n ആണെങ്കിലോ? മാറ്റി പൊലമ്പാൻ നിൽക്കരുത്. ആരില്ലാത്തവർക്ക് പടച്ചോൻ കാവലുണ്ട്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മനസ്സിലാക്കാട്ട് 1 ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും കേട്ടോ. വെറും n സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 1n സ്ക്വയർ ആണ്, മറക്കണ്ട. മാറ്റി പൊത്താൻ നിൽക്കരുത്. സോ ദെൻ ദ ആൻസർ ഈസ് 8. എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണ ഈ ശ്രേണിയുടെ 20 പദങ്ങളുടെ തുക. സോറി, ഞാൻ ഇങ്ങോട്ട് ചെയ്തുതരാം. Sn is equal to 3n square plus 5n. സിമ്പിൾ ആണ്. 20 പദങ്ങളുടെ തുക അറിയുമ്പോൾ സം ഓഫ് 20 ടേംസ്. ഒറ്റ പരിപാടിയുള്ളൂ. ഈ n ഉള്ളിടത്തൊക്കെ 20 കൊടുക്കുക. n കാണുന്നിടത്തൊക്കെ 20 കൊടുത്താൽ എന്ത് വരും? 3 into 20 square plus 5 into 20. ദാറ്റ് ഇസ് ഈക്വൽ ടു, ആദ്യം തന്നെ ബോർഡ് മാസ് എന്ന റൂൾ അറിയാന്ന് പ്രതീക്ഷിക്കണം. ബോർഡ് മാസ്, B ഫോർ ബ്രാക്കറ്റ്, O ഫോർ ഓർഡർ അല്ലെങ്കിൽ ഓഫ്, ഓർഡർ എന്നും പറയും, ഓഫ് എന്നും പറയും. D ഫോർ ഡിവിഷൻ, M ഫോർ മൾട്ടിപ്ലിക്കേഷൻ, A ഫോർ അഡീഷൻ, S ഫോർ സബ്സ്ട്രാക്ഷൻ. ഈ ഓർഡർ ഒക്കെ അറിയാം. ഈ ഒരു ഓർഡറിൽ ചെയ്യണം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടാക്കണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. ഓർഡർ അല്ലെങ്കിൽ ഓഫ്. ഓഫ് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതിപ്പോ പഠിക്കണമെന്നില്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ പവർ ആണ്. പവർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യണം. അഥവാ 3 into 20 സ്ക്വയർ 400 അല്ലേ? അപ്പൊ പവർ ആദ്യം ചെയ്യണം. 5 into 20. ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 400 1200 പ്ലസ് 5 into 20 100. ഇനി കൂട്ടണം. ഇതാണ് 20 ടേംസിന്റെ സമ്മ്. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ബി ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കാണാനാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. സി ക്വസ്റ്റ്യൻ ഇതിന്റെ ബീജഗണിത രൂപം കാണാനാണ്. ബീജഗണിത രൂപം കാണാൻ സിമ്പിൾ ആണ്. കോമൺ ഡിഫറൻസ് 6. ഫസ്റ്റ് ടേം ഞാൻ വെറുതെ ഒരു ഫ്ലോക്ക് കണ്ടുപിടിച്ചു. 8. സോ xn is equal to dn plus f minus d. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞ കുട്ടികളെ ഇത് കമന്റ് ബോക്സിൽ ഇടാൻ ഞാൻ ലൈക്ക് ചെയ്യും. ഞാനത് ആണെങ്കിൽ ഓക്കെ, തെറ്റാണെങ്കിൽ ഞാൻ വോയിസ് ആയിട്ട് കമന്റിൽ റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ നിങ്ങളെ തെറ്റ് തിരുത്തി തരും. ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളിയും. ഞാനൊരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും കൂടി നടക്കും. അപ്പൊ ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരെയൊക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. എന്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്യാപകരെല്ലാവരും രാപ്പകലോളം കഷ്ടപ്പെടുന്നത്. നമ്മുടെ മാത്സിഡോയുടെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് 2, 3, 4 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ മാത്സിഡോയുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഓണപരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും കാണാനൊക്കെ പറ്റും. അപ്പോൾ അതേപോലെ കഷ്ടപ്പെടുന്ന അധ്യാപകരാണ് നമ്മുടെ മാത്സിഡോക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറാം. ഫ്രീ ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് എടുക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇക്കൊല്ലം മൊത്തം നമ്മുടെ അധ്യാപകരും നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോകാം. സോ ഏതായാലും ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം നടക്കണം. ആദ്യ പദവും പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾ കാണുക. സോ ദെൻ ഇനി അടുത്തതാണ് സം ഓഫ് സെക്കൻഡ് ആൻഡ് 12th ടേം ഈസ് 170. അഥവാ രണ്ടാമത്തെ ടേമിന്റെയും 12ാമത്തെ ടേമിന്റെയും കൂടി സമ്മ് 170 ആണ്. എന്റെ ചോദ്യം, 2 കൂട്ടാനുള്ള ചോദ്യമാണെങ്കിൽ ഉറപ്പിച്ചോ, അതിന്റെ ഉത്തരം 170 തന്നെയാകാരം. എ ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ടേമും 10ാമത്തെ ടേമും കൂട്ടിയാൽ എത്ര? ബുദ്ധിയുള്ള ഒരാൾക്ക് പറഞ്ഞെടുത്തൂടെ?
ഇതിന്റെ പൊസിഷൻ 2ഉം ഇതിന്റെ പൊസിഷൻ 12ഉം കൂട്ടിയാൽ കിട്ടുന്ന അതേ ഉത്തരം തന്നെയാണ് ഇവിടെ കൂട്ടിയാലും കിട്ടുക. ഇത് 14ആണ്, ഇതും 14ആണ്. പൊസിഷൻ കൂട്ടിയാൽ സെയിം ആണെങ്കിൽ ഉത്തരവും സെയിം ആണ്. 170 തന്നെ വരും. സിമ്പിൾ. പെയർ ആണ്, ജോഡിയാണ്. ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 5ാമത്തെ ടേമും 9ാമത്തെ ടേമും. ഞാനത് പേടിച്ചും കരുതി. ഇതും 170 തന്നെയാണ്. സി ക്വസ്റ്റ്യൻ 3rd ടേം 30 ആണ്. 3ാമത്തെ ടേം 30 ആണെങ്കിൽ 11ാമത്തെ ടേം എത്ര? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം. 3ാമത്തെ ടേം തന്നിട്ട് 11ാമത്തെ ടേം ചോദിച്ചാണെങ്കിൽ ഓര് തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നല്ലേ. സോ 3ാമത്തെ ടേമും 11ാമത്തെ ടേമും കൂട്ടിയാലും ഇതേ 170 നോക്കി ഇതേപോലത്തെ പേരനിൽ ഒന്ന് കൂട്ടി വെക്കുക. 3ാമത്തെ ടേം 30, 11ാമത്തെ ടേം അറിയില്ല, അവിടെ കട്ടെ. ഈക്വൽ ടു 170. 30 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ x11 is equal to 170 minus 30, that is equal to 140. അറിയാലോ അല്ലെ? ഇവിടെ വെറും 30 പ്ലസ് 30, ഇതിന് അങ്ങോട്ട് തട്ടി, അപ്പൊ -30 ആയിട്ട് മാറി. 140 ആണ് ആൻസർ വരിക. മക്കൾ എല്ലാവരും ചെയ്യണേ. സോ ദെൻ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 6, 10, 14. ഇത് കുറേ ആയിട്ട് ചോദിക്കണ ഒരു ക്വസ്റ്റ്യനാ. ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? എ ക്വസ്റ്റ്യൻ എന്താണ്? കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് 4 ആണ്. ബി ക്വസ്റ്റ്യൻ എന്താ? 10ാമത്തെ പദം എത്ര? 10ാമത്തെ പദം എത്ര? 10ാമത്തെ പദം ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇവിടുത്തെ x1 എല്ലാവർക്കും അറിയില്ല, 6 അല്ലേ? x1ലേക്ക് എത്ര ഡി കൂട്ടണം? 9 ഡി. അറിയാലോ അല്ലെ? ഇക്വേഷൻ ഉണ്ടാക്കാൻ 1ഉം 9ഉം കൂട്ടിയാൽ 10 കറക്റ്റ് കാരണം. സോ ദെൻ x1 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 9 into d എന്ന് പറഞ്ഞാൽ 4. ആദ്യം ഗുണിച്ചിട്ടേ കൂട്ടാവൂ. 6 + 9 × 4 36. കൂട്ടിക്കഴിഞ്ഞാൽ 42. അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോമും കാണട്ടോ, നിങ്ങളെ ഇഷ്ടമാണ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കണേ? ഈ 50 ഈ ശ്രേണിയിലെ പദമാവുമോ? അതെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. 6, 10, 14 ഇങ്ങനെ പോണ ഒരു സീക്വൻസ്. 18 ഇങ്ങനെയൊക്കെ പോവും. കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം 4. ജസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാണ്. ഇതിലുള്ള പദങ്ങൾ 6, അതേപോലെ തന്നെ 6നെ ഞാൻ കോമൺ ഡിഫറൻസ് ആയില്ല 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. ശിഷ്ടമാണ് കിട്ടേണ്ടത്. ശിഷ്ടം എന്ന് പറഞ്ഞ റിമൈൻഡർ. 6ല് എത്ര 4 ഉണ്ട്? ഒരു 4 ഉണ്ട്. പോയി കഴിഞ്ഞാൽ ബാക്കി 2 റിമൈൻഡർ അല്ലേ? സോ ദെൻ 2 റിമൈൻഡർ. ഇനി അടുത്തത് 10ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര? 10ൽ എത്ര 4 ഉണ്ട്? 10ല് ഒരു 4, 2, 4. ബാക്കി റിമൈൻഡർ 2 ആണോ അല്ലേ? കണ്ടോ ഇവിടെ. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ, ഞാൻ എന്റെ വീട്ടില് ഷാദിൽ വിപ്പി, ഷാമിൽ വിപ്പി, ചെറിയ ഷാബിൽ വിപ്പി, ഞങ്ങൾക്കൊക്കെ പേരിനൊപ്പം ഒരു ഇനീഷ്യൽ ഉണ്ട്. ഞങ്ങൾ ഒരേ കുടുംബമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെയുള്ള ഇനീഷ്യലാണ് ഈ ശിഷ്ടം സെയിം ആണെങ്കിൽ അത് ഈ കുടുംബത്തിൽപ്പെട്ട ആളാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടോ. 4 കോമൺ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ 50 ഒരു ടേം ആണോ നോക്കുക. 50നെയും പിടിച്ച് കണ്ട് എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സൈഡിലായിരിക്കട്ടോ. 50 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ എത്രയാണ് ബാക്കി വരുന്നത് നോക്കാം. 50നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 50ൽ 12, 4, 48 വരെ വെട്ടിയാണ് പോകും. ബാക്കി 49, 50 2 ബാക്കിയുണ്ട്. സോ 2 ബാക്കിയുണ്ട്. ആ 2 ഇവിടെ വരും. ഓക്കെ ആണല്ലോ. റിമൈൻഡർ ഇവിടെ 2 ഇവിടെ 2. 50നെ ഡിവൈഡ് ചെയ്തപ്പോൾ 2 തന്നെയാണ്. 4 കൊണ്ടാണ്. 4 കോമൺ ഡിഫറൻസ് ആണ്. സോ 2 തന്നെയാണ് കിട്ടിയത്. സോ 50ത്തെ ടേം ആണ്. ദാറ്റ്സ് എനഫ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 50 ആവുമോ? അതിനൊരു കാര്യമുണ്ട്. 6, 10, 14 ഈ സീക്വൻസ് ഞാൻ കുറച്ചും കൂടി നീട്ടി ചെയ്തതാണ്, അഥവാ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെയ്തതാണ്. 30, 34, 38, 42 ഇങ്ങനെ പോണ സീക്വൻസ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണമെങ്കിൽ കോമൺ ഡിഫറൻസ് 4 കൂട്ടണം, അഥവാ കോമൺ ഡിഫറൻസ് 4 ആണ്. 6 ഇതേ സമയത്തേക്ക് 22 ചാടണമെങ്കിൽ ഞാൻ കൂട്ടേണ്ട സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്. 18 38 ചാടണമെങ്കിൽ 20 കൂട്ടണേ. 6 42 ചാടണമെങ്കിൽ 36 കൂട്ടണേ. 26 38 ചാടണമെങ്കിൽ 12 കൂട്ടണേ. ഇവിടെ ഓരോ പദങ്ങൾ, ഏതെങ്കിലൊക്കെ 2 പദങ്ങൾ എടുത്ത് അത് തമ്മിലുള്ള വ്യത്യാസം നോക്കുന്ന സമയത്ത് കിട്ടുന്ന സംഖ്യകളെല്ലാം പൊതുവ്യത്യാസമായിട്ടുള്ള 4ന്റെ ഗുണന പട്ടികയിലുള്ള ആൾക്കാരല്ലേ. നോക്കി, 1 4 4 2 4 8 3 4 ഉണ്ടാവട്ടോ. അത് 8 ഒക്കെ ഉണ്ടാവും. അത് ഇതൊക്കെ നോക്കിയാൽ മതി. 2 4 8 3 4 12 കണ്ടോ. 12 ഇതിലുണ്ട് കണ്ടോ. 12 4 4 16 ഉണ്ടോ. ഈ 5 4 20 6 4 24 ഒക്കെ ഉണ്ടാവും. 7 4. അപ്പൊ ഇവിടെ 36 എത്ര 4 9 4 36. അഥവാ പൊതുവ്യത്യാസമായിട്ടുള്ള 4ന്റെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഏതൊരു ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്ന നമ്പർ, പൊതു വ്യത്യാസമായിട്ട് വരുന്ന നമ്പർ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടാൽ തന്നെ ഉറപ്പിച്ചോ. ഡിഫറൻസ് ആയിട്ട് 50 വരാൻ പറ്റുമോ ഇല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡിഫറൻസ് ആയിട്ട് 50 വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ? ഇല്ല. കാരണം എന്താ? 50നെ 4 കൊണ്ട് ഹരിച്ചാൽ
12 4 48 50ന്റെ ഏറ്റവും അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ. 50 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. നമ്മൾ ചൊല്ലി കഴിഞ്ഞാൽ 4 8 12 അങ്ങനെ ചൊല്ലി കഴിഞ്ഞാൽ 48 52 അങ്ങനെയൊക്കെ പോവാ. 50 ഇല്ല. 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് 50 ഒരു ഡിഫറൻസ് ആവൂല. ഏതെങ്കിലും ഒരു ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് എന്ത് വരില്ല? 50 വരില്ല കേട്ടോ. ഡിഫറൻസ് ക്യാൻ നോട്ട് ബി ഈക്വൽ ടു 50. ബിക്കോസ് എന്തുകൊണ്ടാ 50 is not a multiple of common difference. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ 50 ഏതെങ്കിലുമൊക്കെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആവുള്ളൂ. ഈ ചാട്ടത്തിനാണ് ഡിഫറൻസ് വിളിക്കണം. ഓക്കെ ആണല്ലോ. സോ ദെൻ അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ചോദ്യം കേട്ടത്. ഇനി ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആ വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വന്നാലോ. 1 3 5 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക അഥവാ സം ഓഫ് n ടേംസ്. ഇത് നിങ്ങൾ മറ്റേ d/2 n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 ന്റെ n വെച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓഡ് നമ്പർ അല്ലേ. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. n സ്ക്വയർ ആണ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ അറിയില്ലേ? പഠിച്ചിരിക്കണേ. ഇനി ഇതിന്റെ എന്താ വരിക? 1/n 3/n 5/n 7/n ഇതൊക്കെ പാടെ കൂട്ടിയാൽ എന്താ വരിക? സിമ്പിൾ ഒരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 3/6 2/6 എങ്ങനെ കൂട്ടുക അറിയോ? അടിയത്തെ ആള് സെയിം ആണെങ്കിൽ അടിയത്തെ ആൾ അതേപോലെ എഴുതും. കോമൺ ആയിട്ട് എഴുതും. മേലത്തെ ജസ്റ്റ് കൂട്ടും. ഇതേ ഐഡിയ ആണ് ഇവിടെ ഇരുന്നത്. ഇവിടെ എല്ലായിടത്തും അടിയത്തെ ആള് n അല്ലേ. അപ്പൊ നമ്മൾ എന്നിനെ കോമൺ ആയിട്ട് ഇടും. മേലത്തെ ജസ്റ്റ് കൂട്ടും. 1 + 3 + 5 + 7 + എക്സെട്ര. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ നാവെടുത്തിട്ടല്ലേ ഉള്ളത്. ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സമ്മിന്റെ ഇക്വേഷൻ n സ്ക്വയർ ആണ്. സോ അതിന്റെ പകരം അവിടെ n സ്ക്വയർ വരും. അടിയിലൊരു n എന്തായാലും ഉണ്ട്. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n × n ആണ്. n മേലെയും തായി ഓരോ n വെട്ടിപ്പോവും. മേലെയും തായി ഇതാ ഇവിടെ ഒരു n ഇവിടെ ഒരു n വെട്ടിപ്പോവും. ബാക്കി n എന്ന് മാത്രം ആൻസർ വരും. അപ്പൊ സമ്മിന്റെ ആൻസർ കിട്ടി. ഇവിടുത്തെ സമ്മിന്റെ ആൻസർ എന്താണ്? n ആണ് വരിക. കഴിഞ്ഞിട്ടില്ല. 1/2025 പ്ലസ് 3/2025 പ്ലസ് 5/2025. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ചോദ്യം തന്നെയാണ് ബി ക്വസ്റ്റ്യനിലുള്ള അതേ ചോദ്യം തന്നെയാണ് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണത്. പക്ഷെ എന്നിന് പകരം 2025 ആക്കിയെന്നേ ഉള്ളൂ. ഇനി 2025 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ n ടേംസ് അഥവാ എന്നിലോടത്തൊക്കെ 2025 ആക്കി. അപ്പൊ സമ്മും സിമ്പിൾ ആണ്. ഇവിടെ സം എന്തായിരുന്നു? SN = n ആയിരുന്നു. ഫസ്റ്റത്തിൽ SN = n സ്ക്വയർ ആയിരുന്നു. ഇവിടെ n കണ്ടുപിടിച്ച് ആണോ അല്ലേ? ഇത് അവിടെ കണ്ടുപിടിച്ചിരിക്കണം. ഇവിടെ എന്നിലോടത്തൊക്കെ 2025 ആക്കി. അപ്പൊ ആൻസറും S 2025 = 2025. ഇതിന്റെ സമ്മ 2025 തന്നെയാണ് വരിക. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഈ ബി ക്വസ്റ്റ്യനിൽ എന്നിന്റെ ഒക്കെ പകരം ഇവിടെ 2025 ആക്കി. ഇവിടുത്തെ ഉത്തരം n ആണ് ഉത്തരം. അപ്പൊ ഇവിടുത്തെ ഉത്തരം 2025 ആണ് ഉത്തരം. അത്രേ ഉള്ളൂ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാ. ചെയ്യുക. ആൻഡ് ഇത് ശ്രദ്ധിച്ചോ. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യണം. അതിന്റെ ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് 80 ആവണം. 5 ടേംസിന്റെ സമ്മ് 80 ആവണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചൂടെ? 5 ടേംസിന്റെ സമ്മ് 80 ആവണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അവിടെ 5 ആളുണ്ടെങ്കിൽ മിഡ് ടേം ഇല്ലേ? മിഡ് ടേം കണ്ടുപിടിച്ചോളൂ. ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ടേം മിഡ് ടേം = സം ബൈ നമ്പർ. മിഡ് ടേം 5 ആൾക്കാരെ മിഡ് ടേം 5 96 അതിന്റെ പോയി. മൂന്നാമത്തെ ടേം കണ്ടാൽ തന്നെ അറിയാലോ. മൂന്നാമത്തെ ടേമാണ് അവിടുത്തെ മിഡ് ടേം. സം എത്ര? 80. തുക ബൈ n. നമ്പർ ഓഫ് ടേംസ് എത്ര ആൾക്കാർ തുകയാണ്? 80. 5 ആൾക്കാർ. സോ 16 എന്ന് വരും. അപ്പൊ മൂന്നാമത്തെ ടേം എപ്പോഴും 16 ആണ്. ബാക്കി കണ്ടുപിടിച്ചാൽ മതി. ഒരു ഐഡിയ ഉണ്ട്. ഇനി നിങ്ങളോട് കോമൺ ഡിഫറൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ പാടെ കൂട്ടിയ സമ്മ് എത്ര കിട്ടണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 80 കിട്ടണം എന്നേ ഉള്ളൂ. ഒരു ഐഡിയ ഉണ്ട്. കോമൺ ഡിഫറൻസ് 0 ആയിട്ട് എടുക്കുക. കോമൺ ഡിഫറൻസ് 0 ആയിട്ട് എടുത്താൽ എന്തേ കാരം? 16ക്ക് 0 കൂടിയ 16, 16ക്ക് 0 കൂടിയ 16, 16ന്ന് 0 കുറഞ്ഞാൽ 16, 16ന്ന് 0 കുറഞ്ഞാൽ 16. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ പാടത്ത് കൂട്ടി നോക്കി. 16 16 32, 32 16 48, 48 16 72, 72 16 അല്ല 72 അല്ല 48 16 64, 64 16 80 ഉണ്ടോ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഉഡായിപ്പാള് കാട്ടുന്ന മാർഗം. ഇതിനെക്കാട്ടിലും വലിയ ഉഡായിപ്പ ഞാൻ കാട്ടുന്ന മാർഗം കണ്ടോ. സെന്ററിൽ എന്തായാലും 16 കോമൺ ഡിഫറൻസ് ആയിട്ട് ഞാൻ ഇഷ്ടമുള്ളൊരു സംഖ്യ എടുക്കും. ഒരു 1 എടുക്കും. അപ്പൊ ഞാൻ 1 കൂട്ടിയാൽ ഇവിടെ എത്ര? 1 കൂട്ടിയാൽ 17 ആയി. വീണ്ടും ഒരു 1 കൂട്ടിയാല് കൂട്ടണേ 18 ആയി. ഇങ്ങോട്ടാണെങ്കിൽ 1 കുറക്കുക 15, വീണ്ടും 1 കുറക്കുക 14. കണ്ടോ? ഇഞ്ഞാണ് ഉഡായിപ്പ്. ഒരു സീക്വൻസ് കിട്ടിയില്ല. ഒന്നാണ് ചോദിച്ചിരിക്കണെങ്കിൽ കുഴപ്പമില്ല. 2 ചോദിച്ചിരിക്കണെങ്കിൽ എന്താ കേട്ടോ? ഞാൻ കോമൺ ഡിഫറൻസ് -1 എന്ന് എടുക്കും. സെന്ററിൽ 16 തന്നെയാണല്ലോ. ഒരു ഉഡായിപ്പ്. കോമൺ ഡിഫറൻസ് 1 ആകുമ്പോഴത്തല്ല സീക്വൻസ്. കോമൺ ഡിഫറൻസ് -1 ആണെങ്കിൽ ഈ സീക്വൻസ് തിരിച്ചെഴുതിയാൽ മതി. സീക്വൻസ് തിരിച്ചെഴുതിക്കാം. ബാക്കിൽ നിന്ന് മുന്നിൽ എഴുതിക്കാം. 18 17 16 15 14.
ഇതേ സാധനത്തിന്റെ തിരിച്ചെഴുതി അടുത്തായി. ടീച്ചർ ചോദിക്കാണ് ഇജെന്താ രണ്ടും ഒന്ന് എഴുതികൾ? ഒന്നല്ല ടീച്ചറെ, ഒന്നിന്റെ കോമൺ ഡിഫറൻസ് ഒന്നാണ്, മറ്റിന്റെ കോമൺ ഡിഫറൻസ് -1 നിങ്ങൾക്ക് പറയാൻ പറ്റും. സിമ്പിളാ. സോ ദെൻ ഇനി അതിനുശേഷം ഇതെങ്ങനെ ചെയ്യാം? ഇനി ചിലപ്പോ 6 ടേംസിന്റെ സമ്മ് എങ്ങനെ ചെയ്യാം? 6 ടേംസിന്റെ സമ്മ് ഒരു ഒരു ഒരുവിന്റെ ഒൽക്ക 96 എഴുതിക്കോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു, ഇങ്ങനത്തെ ഒരു ശ്രേണി എഴുതണം. സിമ്പിളാ. 6 ടേംസ് അല്ലേ ഉള്ളത്? 6 ടേംസ് പറഞ്ഞാൽ അവിടെ എത്ര പെയറാണത്? ഫസ്റ്റ് ലാസ്റ്റ് പെയർ, സെക്കൻഡ് ലാസ്റ്റ് പെയർ, തേർഡ് ലാസ്റ്റ് പെയർ. ഇതൊക്കെ പാടെ കൂട്ടിയാലാണ് 96 കിട്ടുക. 6 ആളുണ്ടെങ്കിൽ അവിടെ മിഡ് ടേം ഇല്ല, പെയർ മാത്രമേ ഉള്ളതാ. ഫസ്റ്റ് ആള്, സെക്കൻഡ് ആള്, ലാസ്റ്റ് ആളും, സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ്, അങ്ങനെ പെയർ വരിക. പെയറിന്റെ ഒക്കെ സമയം ഈക്വൽ ആയതുകൊണ്ട് ഇനി 96നെ 3 ആൾക്ക് ഡിവൈഡ് ചെയ്യാം. 96നെ 3 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെയറിന് 32 വരും. അപ്പൊ ഇവിടെ 32, ഇവിടെ 32, ഇവിടെ 32. സിമ്പിൾ അല്ലേ? ഇതൊക്കെ പാടെ കൂട്ടിയ ടോട്ടൽ 96, ഒക്കെ പാടെ കൂട്ടിയത്. ഈ ഐഡിയ ഉണ്ടല്ലോ. ഈ സെന്ററത്തെ 2 കൂട്ടിയ 32 കിട്ടുന്ന ഐഡിയ മാത്രം നിങ്ങൾക്ക് മതി. അപ്പൊ സെന്ററിൽ 32 കിട്ടണമെങ്കിൽ ഇത് രണ്ടും ഏതൊക്കെ ആവാം? കറക്റ്റ് പറയുകയാണെങ്കിൽ ഉടായ്പ, ഫസ്റ്റ് ഉടായ്പ പറഞ്ഞാലും 32 കറക്റ്റ് പകുതിയൊക്കെ. ഇവിടെ 16, ഇവിടെ 16, രണ്ടും കൂട്ടി എന്തായാലും 32 അല്ലേ? പക്ഷെ ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ലല്ലോ, അപ്പൊ ഒരു സുഖല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാറിയോ? 32ന്റെ പകുതി 16 കേൾക്കാറ്, 16 അടുത്തുള്ള ഒരു നമ്പർ അവിടെ ഇവിടേക്ക് വരിക. ഞാൻ 16 ഒരു 1 ഓർക്കും, ഇവിടെ 15 ചെയ്തു. ഇത് 15 ആണെങ്കിൽ ഇത് എത്ര? 17 അല്ലേ? കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിയാൽ 32 കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? കോമൺ ഡിഫറൻസ് 2. അപ്പൊ വീണ്ടും 2 കൂട്ടിയാൽ 19, വീണ്ടും 2 കൂട്ടിയാൽ 21. ഇങ്ങോട്ടാണെങ്കിൽ 2 കുറക്കുക 13, വീണ്ടും 2 കുറക്കുക 11. കണ്ടോ? ഇനി ഇത് കിട്ടിയ ഞാൻ എന്താ കാട്ടുക? ഒന്നായില്ലേ? ഇനി തന്നെ തിരിച്ചെഴുതിയാലേ അടുത്ത കിട്ടും. ഇനി കോമൺ ഡിഫറൻസ് ഞാൻ എന്താ 15 അടുത്ത് ഇനി 14 ആക്കും. അപ്പൊ ഇവിടെ 17 18 ആകും. അഥവാ ഇവിടെ ഒന്ന് കുറയുമ്പോൾ ഇവിടെ ഒന്ന് കൂടും. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ആവും. പിന്നെ അങ്ങനെ സീക്വൻസ് ചെയ്യും. സിമ്പിൾ ഐഡിയ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. 2ാമത്തെ ടേമിന്റെയും 12ാമത്തെ ടേമിന്റെയും കൂടി സമ 90 ആണ്. വാട്ട് ഈസ് ദ ടേം? 7th ടേം. വാട്ട് ഈസ് ദ 7th ടേം? എടാ 2 ടേം അവിടെ തന്നെ എന്തോ ആയിക്കോട്ടെ. 12ാമത്തെ ടേമിന്റെയും 2ാമത്തെ ടേമിന്റെയും സെന്ററിലെ ടേം ഏതാ? 2 ടേം തന്നെ അതിന്റെ സെന്ററിലെ ടേം കാണാൻ പറഞ്ഞാൽ ടെക്നിക്ക് എത്ര ഉള്ളൂ? ഇവിടുത്തെ പൊസിഷൻ 2, ഇവിടുത്തെ പൊസിഷൻ 12 അല്ലേ? ഇത് രണ്ടും കൂട്ടുക 14 ഇട്ടൂല്ലേ? അതിന്റെ പകുതി എത്ര? 7ാമത്തെ ടേം ആയിക്കാരം അവിടുത്തെ മിഡ് ടേം. 2ാമത്തെ ടേമിന്റെയും 12ാമത്തെ ടേമിന്റെയും കറക്റ്റ് സെന്ററിലെ ടേം എത്രാമത്തെ ടേം ആയിക്കാരം? 7ാമത്തെ ടേം. എന്താ കാട്ടണ്ടേ? ഈ 2ഉം 12ഉം കൂട്ടുക 14, അതിന്റെ പകുതി എടുത്താൽ മതി. അതേപോലെ രണ്ടാളി മിഡ് ടേം കിട്ടിയാലോ? മിഡ് ടേം ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ. 7ാമത്തെ ടേമാണ് മിഡ് ടേം. സം എത്ര? 90. ബൈ നമ്പർ എത്ര? ചില ആൾക്കാർ ഇത് 12 ഉണ്ട്. ഇല്ല, ഇവിടെ ഒരു 2ാമത്തെ ടേം ഒരു 12ാമത്തെ ടേം വരെ 2 മൈന്താളേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 45 എന്ന് കിട്ടും. പെയറിന്റെ സം എത്രയാണെങ്കിലും മിഡ് ടേം അതിന്റെ പകുതിയേക്കാരം. ഇനി ഇങ്ങോട്ട് പോയി. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is 3n² + 2n. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സെയിം സാധനം തന്നെയാണ്, ഞാൻ മുന്നേ ചെയ്തതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് വെച്ചെന്നുള്ളൂ. ചാപ്റ്റർ 4ലേക്ക് കിടക്കാം. ഒരു ബോക്സിൽ 9 ബോളും 11 റെഡ് ബോൾ, 9 ബ്ലൂ ബോള്, 9 ബ്ലൂ, 11 റെഡ്. അടുത്ത ബോക്സിൽ 6 ബ്ലൂ, 7 റെഡ്. ഈ ബോക്സിൽ ഇപ്പൊ എത്ര ഉണ്ട്? 20 ഉണ്ട്. ഈ ബോക്സിൽ ഇപ്പൊ 13 ഉണ്ട്. ആണോ അല്ലേ? ബലാണ് ബല്ലൂലാണ് ബായോളാണ് ദുബായില്. ഇഫ് വി വാണ്ട് എ ബ്ലൂ ബോൾ, വിച്ച് ബോക്സ് ഈസ് ബെറ്റർ ടു സെലക്ട്? അഥവാ ഇതിൽ നിന്ന് ബ്ലൂ എടുക്കണോ, ഇതിൽ നിന്ന് ബ്ലൂ എടുക്കണോ അല്ലേ? ചില മൈന്താളം എഴുതും ഇതൊന്ന് ബ്ലൂ എടുക്കണം, ഇതൊന്ന് ബ്ലൂ എടുക്കണം. അപ്പൊ ഇത് രണ്ടിടത്തും ഓരോ ബ്ലൂ കിട്ടുമ്പോ ഇത് പെയർ ആണ്. ഇത് പെയർ അല്ല, ജോഡിയല്ല. ഏതിൽ നിന്ന് ബ്ലൂ എടുക്കുന്നതാണ് നല്ലത്? അപ്പൊ ആദ്യം ഇതിൽ കൈയിട്ട് നോക്കണം. ഇവിടെ നിന്ന് പ്രോബബിലിറ്റി കാണണം, സാധ്യത. പിന്നെ ഇതിൽ കൈയിട്ട് നോക്കണം. ഇവിടെ നിന്നും ബ്ലൂവിന്റെ പ്രോബബിലിറ്റി കാണണം. എന്നിട്ട് ഏത് പ്രോബബിലിറ്റിയാണ് വലുത് നോക്കണം. സിമ്പിൾ ആണ്, നോക്കിക്കോ. നോക്കിക്കോ. ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള സാധ്യത എന്താ? പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ഫ്രം ഫസ്റ്റ് ബോക്സ്. ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ 20 ഉണ്ട്. അതിൽ എത്ര എണ്ണമാണ് ബ്ലൂ? 9 ബ്ലൂ. കഴിഞ്ഞു. വെട്ടാനൊന്നും ഇല്ല കേട്ടോ, വെട്ടാൻ ചെറുതാക്കാൻ വയ്ക്കൂല. പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ഫ്രം ബോക്സ് 2. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 13 ഉണ്ട്. അതിൽ 6 ബ്ലൂ. ആണോ അല്ലേ? ഇഞ്ചൊരു ഗസ് അനുസരിച്ച്
ഞാൻ പറയും ഇതായിരിക്കും വലുത്. ഇത് വലുത്. ഇതിൽ ഏത് പ്രോബിലിറ്റിയാ വലുത് നോക്കിയാൽ എവിടെ നിന്ന് സാധ്യത കൂടുതൽ നോക്കിയാൽ ഇവിടെ നിന്നാണോ ഈ 9/20 ആണോ, ഇതാണോ ഈ ബ്ലൂവിന്റെ സാധ്യതയാണോ, ഈ 6/13 പറഞ്ഞ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള സാധ്യതയാണ് വലുത് നോക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ 9 അല്ലേ, ഈ 9 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 13 അത്ര ഒരു ടെക്നിക്കാണ്. 9 × 13 എന്ന് പറഞ്ഞാൽ 117 കിട്ടുക. ഓക്കെ, ഇനി അതേ സമയം ഈ 6നെ പിടിച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 20 പറഞ്ഞാൽ 120 കിട്ടുക. അയ്യോ അഞ്ച് ഗസ് പാളി, ഗസ് അങ്ങനെ പാളില്ലല്ലോ. 9 × 13 117, 6 × 20 പാളി, എന്തായാലും പാളി, ഗസ് പാളി, ഗസ് പാളി. നോയിക്കോ, അപ്പൊ ഇങ്ങോട്ട് നോയിക്കോ, 9/20 ആണോ 6/13 ആണോ കറക്റ്റ് നോക്കിക്കോട്ടാ. 9 × 13 ചെയ്താ 117, 6 × 20 ചെയ്താ 120. 117 ആണോ 120 ആണോ വലുത്? 120 അല്ലേ വലുത്. 120 വലുതായതുകൊണ്ട് ഈ ഭാഗത്തുള്ള സാധ്യതയാണ് വലുത്. സിമ്പിൾ ടെക്നിക്. എന്താ ഞാൻ പറഞ്ഞ, ഈ സംഖ്യ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അപ്പൊ 110 കിട്ടി, ഈ സംഖ്യ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അപ്പൊ 120 കിട്ടി. 110 ആണോ 120 ആണോ വലുത്? 120 അല്ലേ. സോ ഈ ഭാഗത്തുള്ള പ്രോബിലിറ്റി വലുത്, ഇത് ചെറുത്. ഇത്ര ഉള്ള പരിപാടി, സിമ്പിൾ ടെക്നിക്. സുധേ, ഇനി എന്താ ചോദ്യം? ആദ്യ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത, പ്രോബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബോക്സ് 1. ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് ടോട്ടൽ 20 ബോൾ, അതിൽ നിന്ന് 11 റെഡ്. ഇത്ര ഉള്ള പരിപാടി. ബി ക്വസ്റ്റ്യനും കഴിഞ്ഞു. സി ക്വസ്റ്റ്യൻ എന്താ? എല്ലാ പന്തുകളും ഒരു പെട്ടിയിലേക്ക് മാറ്റി, എല്ലാ പന്തും കൂടി കൂട്ടിയിട്ട് ഒരു പെട്ടിക്കാണ് ഇട്ടു. അപ്പൊ ഇവിടെ എത്ര ബ്ലൂ ഉണ്ടാവും? ഇവിടെ 9ഉം 6ഉം ടോട്ടൽ 15 ബ്ലൂ ഉണ്ടാവും. എത്ര റെഡ് ഉണ്ടാവും? 11 7 18 റെഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ബോൾ ഉണ്ടാവും? 15 18 33 ബോൾ ഉണ്ടാവും കേട്ടോ. ഇനി ഇങ്ങോട്ടോ ചോദ്യം എന്താ? ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത, അതിന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത സിമ്പിൾ ടെക്നിക്കാണ്, സിമ്പിൾ ആണ്. പ്രോബിലിറ്റി ഓഫ് റെഡ് വലിയ ബോക്സ് കേട്ടോ, വലിയ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? ടോട്ടൽ ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 33 ബോൾ ഉണ്ട്. അതിൽ എത്ര എണ്ണമാണ് റെഡ്? 18 ആണ്. 18 33 ചെറുതാക്കാൻ പറ്റുമോ വെച്ചാൽ ആദ്യം 2ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ നോക്കുക. ഇല്ല, 33 ഒറ്റ സംഖ്യയാണ്. പിന്നെ 2 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ? 18 33 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 18 എത്ര 3 ഉണ്ട്? 18 6 3. 33 എത്ര 3 ഉണ്ട്? 11 3. സോ ദ ആൻസർ ഈസ് 6/11. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഒരു സഞ്ചിയിൽ ചുവപ്പും പച്ചയായി 18 മുത്തുകളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണേ, കുറച്ച് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നല്ല രീതിയിൽ എടുത്തിട്ടുള്ളത്. ഒരു സഞ്ചിയിൽ ചുവപ്പും പച്ചയായിട്ട് ആകെ 18 മുത്തുകളുണ്ട്. ചുവപ്പ് മുത്തുമുണ്ട്, റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഗ്രീനൊക്കെ എന്തൊരു പൂക്കി ഗ്രീനാ, ഗ്രീനും ഉണ്ട്. പക്ഷെ ടോട്ടല് 18 ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്ന് എത്ര എണ്ണം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഞ്ചിയിൽ നിന്ന് ഒരു മുത്തെടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത ഞാൻ പറഞ്ഞുതരാം. പ്രോബിലിറ്റി ഓഫ് റെഡ് ആണെങ്കിൽ അത് 2/3 ആണ്. ഓക്കെ, പച്ചയാവാനുള്ള സാധ്യത എന്താ? സിമ്പിൾ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. പച്ചയാവാനുള്ള സാധ്യത കിട്ടാനുള്ള ഒരു ഐഡിയ എത്രേ ഉള്ളൂ. ടോട്ടല് 3 ചാൻസ്. 3 ചാൻസിൽ 2 എണ്ണം റെഡ് ആവാനാണെങ്കിൽ 3ല് 1 അല്ലേക്കാരം ഗ്രീൻ ആവാനോ. ഒന്ന് ആലോചിച്ച് നോക്കി, ടോട്ടൽ 3 ചാൻസ്. ഇതിൽ 2 എണ്ണം റെഡ് ആവാനാണെങ്കിൽ ബാക്കിയുള്ള 1 അതല്ലേ ഗ്രീൻ ആവാൻ വരിക. സോ ദെൻ എന്താ ആൻസർ വരിക? 1/3. ഇത്രയും ഞാൻ പറയണുള്ളൂ, സിമ്പിൾ ടെക്നിക്കാണ്. ടോട്ടൽ 3 ചാൻസ്, അതിൽ 2 എണ്ണം റെഡ് ആവാനാണ് ചാൻസ്. അപ്പൊ ബാക്കിയുള്ള 1 3ല് ബാക്കിയൊരു 1 അതായിരിക്കും ഗ്രീൻ ഉണ്ടാകാനുള്ള ചാൻസ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താലും അതങ്ങനെ തന്നെ കിട്ടുക വെട്ടി ചെറുതാക്കി വരുമ്പോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, സഞ്ചിയിൽ ആകെ എത്ര ചുവന്ന മുത്തുകൾ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. റെഡിന്റെ പ്രോബിലിറ്റി തന്നിട്ടില്ലേ? ബി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കിക്കോ. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് റെഡ് ഇവിടെ എത്രയാണ്? 2/3. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ 2/3 ആണ്. റെഡിന്റെ പ്രോബിലിറ്റി തന്നിരിക്കുന്നത് 2/3. അപ്പോ എന്റെ ചോദ്യം റെഡിന്റെ എണ്ണം കിട്ടാനുള്ള ഐഡിയ എന്താ? റെഡിന്റെ എണ്ണം കിട്ടാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 2/3 അല്ലേ? ഇൻറ്റു ഐഡിയ ശ്രദ്ധിച്ചോട്ടോ.
ഇവിടുത്തെ ടോട്ടൽ ബോളിന്റെ എണ്ണം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ ടോട്ടൽ ബോൾ എത്ര ആണോ അതിന്റെ 2/3 ഭാഗം അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ പ്രോബബിലിറ്റി സാധാരണ നമ്പർ തരും, എന്നിട്ട് പ്രോബബിലിറ്റി ചോദിച്ചു, അത് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ കേസിൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം 2/3 ആണോ അല്ലേ? ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 18 ബോളുണ്ട്, അത് വെച്ചറിയാം. ജസ്റ്റ് ആ പ്രോബബിലിറ്റിനെ ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക പറഞ്ഞാണ്? 2/3 ഇൻറ്റു 2/3 ഇൻറ്റു ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 18 ബോൾ. അപ്പൊ എന്താ വരിക? ആദ്യം 2 ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ 36/3. 36/3 എത്ര വരിക? 12 ആൻസർ കിട്ടും. ദാറ്റ്സ് എനഫ്. റെഡ് 12 എണ്ണം. അപ്പൊ ബാക്കി 6 എണ്ണല്ലേ ഗ്രീന് വരിക, കാരണം ടോട്ടൽ 18 എണ്ണല്ലേ ഉള്ളത്. സിമ്പിൾ ഐഡിയ. ഇതാണ് അതിന്റെ ഐഡിയ. ഇനി സഞ്ചിയിൽ ആകെ പച്ചമുത്തുകൾ എത്ര ഉണ്ട്? ടോട്ടൽ 18 എണ്ണം, 12 റെഡ് ആണെങ്കിൽ ബാക്കി 6 എണ്ണം. സോ ഇനി ഇത് കണ്ണും പൂട്ടിട്ട് കുത്തിട്ടാൽ ഇതിൽ അപ്പൊ ചില ആൾക്കാർ സാറേ ഇത് 1 2 3 4 5 6 ഭാഗമുണ്ട്, ഇതിൽ 3 ഷെയ്ഡ് ചെയ്തിക്കണം, മണ്ടക്കണ കുത്തിട്ടും നോക്കിക്കോ. ഇത് സെൻട്രൽ ആംഗിൾ നിൽക്കണം. ഇവിടെ സെൻട്രൽ ആംഗിൾ 30, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 40 നിൽക്കണം, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 50 നിൽക്കണം. ഇതിന്റെ അടിയിൽ കാണില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാണ്ടോ. ഇനി സിമ്പിൾ ഐഡിയ ആണ്. ഒരു സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയാണ്? അത് അടിയിൽ എഴുതാം 360. അതില് ഷെയ്ഡ് ചെയ്തത് ഏതൊക്കെയാണ്? ഒരു 30, ഒരു 40, ഒരു 50. ടോട്ടൽ 120 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിരിക്കണം. 120/360 0 0 വെട്ടുക. 12 36 6ന്റെ മൾട്ടിപ്പിൾസ്. 12ന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്, ഞാൻ അങ്ങനെ പോണില്ല. 12 36 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 12ൽ എത്ര 6 ഉണ്ട്? 2 6. 36ൽ എത്ര 6 ഉണ്ട്? 6 6. പിന്നെ 2 6 ഇരട്ട സംഖ്യകളല്ലേ? അപ്പൊ ഒന്നുകൂടി ചെറുതാക്കുക. 2ൽ 2 6 2ന്റെ ഗുണന പട്ടികയിലുണ്ടാവും. 2ൽ എത്ര 2 ഉണ്ട്? 1. 6ൽ എത്ര 2 ഉണ്ട്? 3. സോ സിമ്പിൾ ടെക്നിക്. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇതെന്താ അറിയില്ലേ? 2 ഈക്വൽ പാർട്സ് ആണ്. സോ ടോട്ടലി 2 പാർട്ട്, അതിൽ 1 ഷെയ്ഡ് ചെയ്തേക്കണം. ഇവിടെ ടോട്ടൽ 360, ആ ഒരു ഭാഗം 72. ഇനി ഇവിടെ ആകുമ്പോൾ 90 ഡിഗ്രി, ഇവിടെ 360. ഇനി ഇതാവുമ്പോ ടോട്ടൽ 360 ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 120 ആണോ അല്ലേ? ഇത്ര ഉള്ള പരിപാടി. ഇതൊക്കെ വെട്ടിച്ചെറുതാക്കാൻ കേട്ടോ. ഇത് വെട്ടിച്ചെറുതാക്കിയ 1/5 വരും, ഇത് വെട്ടിച്ചെറുതാക്കിയ 1/4 വരും, ഇത് വെട്ടിച്ചെറുതാക്കിയ 1/3 വരും. ഏതായാലും ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇത് സിമ്പിൾ ആണ്. ഇങ്ങനെ വരക്കുക. ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമോ നോക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ ഞാൻ 3 വരെ വരച്ചു കഴിഞ്ഞാൽ ഇത് 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ? 12 ഭാഗമുണ്ട്. ഈ 12 ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പച്ച ഭാഗമാണ്. 6 ഷെയ്ഡ് ചെയ്തിരിക്കണം. 6/12 എപ്പോൾ എത്ര വരിക? അടിയിലുള്ള 12ന്റെ പകുതി അല്ലേ മേലുള്ള 6? സോ ജസ്റ്റ് പകുതിയാക്കി, അങ്ങനെ അടിയത്തെ സംഖ്യന്റെ പകുതിയാണ് മേലെ എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളിയും അത് 1/2 ആയിരിക്കും. ഉറപ്പാ. ഇനി ഇവിടെ വരിക, ഇങ്ങനെ മുറിച്ചാൽ മതി. ഇത് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കി. അതേപോലെ തന്നെ ഇത് മുറിച്ചേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. മീൻസ് ആൻസർ ഒക്കെ നിങ്ങൾ ഗസ് ചെയ്യണം. ആൻസർ നിങ്ങൾ എഴുതാട്ടോ. ഇനി ഇത് ടോട്ടൽ 1 2 3 4 4 പാർട്സ്. ഇതൊക്കെ ഈ ലൈനുകളുടെ മിഡ് പോയിന്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ 4 എണ്ണത്തിൽ 1 ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിളാ. ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്, ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ മിഡ് പോയിന്റ് കാണാം, ജസ്റ്റ് വരക്കുക. ഇപ്പോൾ ഇതേ ചിത്രം തന്നെ ഇല്ലേ? ഇതന്നെ, ഇത് 1/4 തന്നെയാണ്. ഇത് പിന്നെ അറിയില്ലേ? 2 ഭാഗം. അപ്പൊ 2 എണ്ണത്തിൽ 1 ഷെയ്ഡ് 1/2. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വരച്ചാൽ മതി. അപ്പൊ ഇത് ടോട്ടൽ 4 ഭാഗം, അതിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിരിക്കണം, ഇത് ഷെയ്ഡ് ചെയ്തിരിക്കണം. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. നോക്കിക്കോ. ഷേപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈക്വൽ പാർട്സ് അല്ലാത്ത കേസിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കണം. ജോമെട്രിക് പ്രോബബിലിറ്റി എന്നാ ഷേപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബബിലിറ്റിനെ പറയാം. ഷെയ്ഡഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഇത് നിങ്ങൾക്ക് മറ്റേ മാത്തമാറ്റിക്സോ ചാൻസസിന് മാത്രമായിട്ട് ഞാൻ ക്ലാസ് എടുക്കണം. അതിൽ വ്യക്തവും കൃത്യവും ശക്തവുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നോക്കിക്കോ. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഷെയ്ഡ് ചെയ്തിരിക്കണ ഏരിയ. ഷെയ്ഡ് ചെയ്തിരിക്കണ ഏരിയ ഇവിടെ ഇതാ, ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കണത് ഈ സർക്കിൾ അല്ലേ? അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കണത്. ബൈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ അല്ലേ? സോ ആ സ്ക്വയർ ആണ് നമ്മൾ എന്ത്? ടോട്ടൽ ഏരിയ. അങ്ങോട്ട് പോയിക്കോ. ഒരു സർക്കിളിന്റെ ഏരിയ എല്ലാവർക്കും അറിയാം πr². ഒരു സ്ക്വയറിന്റെ ഏരിയ എല്ലാവർക്കും അറിയാം A². സ്ക്വയറിന്റെ സൈഡ്സിനെയാണ് നമ്മൾ A എന്ന് വിളിക്കുന്നത്, ആണോ അല്ലേ? സ്ക്വയറിന്റെ റേഡിയസിനെയാണ് റേഡിയസിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുക, ആണോ അല്ലേ? ഇത് സെന്റർ ആണെങ്കിൽ പറയാൻ പറ്റുമോ?
ഇതും ആറിനല്ലേ വരിക. ഈ ലൈന് ടോട്ടൽ എത്രയായി? ഈ ലൈന് ടോട്ടൽ 2R ആയില്ലേ? 2R. എടാ മക്കളെ, ഇതേ ലൈനിന്റെ നീളം തന്നെയല്ലേ ഇതും? ഇതൊക്കെ ആണോ അല്ലേ? അപ്പോ എ എന്ന് പറഞ്ഞ നീളം 2R ആണെന്ന് മനസ്സിലായി. എ എന്ന് പറഞ്ഞ നീളം 2R ആണെന്ന് മനസ്സിലായി. ആണോ അല്ലേ? അവിടെ കട്ടെ, അവിടെ കട്ടെ. ഇനി ബാക്കി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോ. ഓക്കെ നോക്കിക്കോ. πr², ശ്രദ്ധിക്കണേ, πr² അവിടെ തന്നെ എഴുതി. ബൈ എ എത്ര? എ എത്ര? ഇത് കേടന്നോ? കുഴപ്പമില്ല. πr² എഴുതി. ഇനി ശ്രദ്ധിച്ചോട്ടോ, മറ്റേ ഇതാ πr² അതേപോലെ തന്നെ എഴുതി. എ എന്ന് പറഞ്ഞാൽ 2R അല്ലേ? ഇതാ ഈ നീളം എന്ന് പറഞ്ഞാൽ ഈ 6ഉം 2Rന് ഈക്വലാ. സോ 2R എന്ന് എഴുതി. രണ്ടാളുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടല് നിർബന്ധമാണ്. ചില ആൾക്കാർ ഇടാറില്ല. ഇവിടെ ഒരാളുള്ളത് കൊണ്ടാണ് ഞാൻ A² ബ്രാക്കറ്റ് ഇടാത്തത്. എന്റെ പകരം വന്ന 2R, 2 ഉണ്ട് 6 ഉണ്ട്. അപ്പൊ രണ്ടാളുണ്ടെങ്കിൽ എപ്പോഴും സ്ക്വയർ ഇടുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. അത് ശ്രദ്ധിക്കാത്ത കുട്ടികളാണ് ഉത്തരം തെറ്റിക്കണം. πr² ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ R². ഇവിടെ R²ഉം വെട്ടിക്കളഞ്ഞൂടെ? അപ്പൊ ആൻസർ എന്താ വരിക? π/4. കണ്ടോ? സിമ്പിൾ ഐഡിയ. സോ ദെൻ അടുത്തത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇതും അതേപോലെ തന്നെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഷെയ്ഡഡ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഇതാണ് ഇക്വേഷൻ. ഇങ്ങോട്ട് പോയിക്കോ. എടാ ഈ ചിത്രത്തില് ഇവിടെ ഒരു സെമി സർക്കിൾ, ഇവിടെ ഒരു സെമി സർക്കിൾ അല്ലേ ഉള്ളത്? ഷെയ്ഡ് ചെയ്തിക്കണേ. 2 സെമി സർക്കിളുകൾ സത്യം പറഞ്ഞാൽ ഒരു സർക്കിൾ അല്ലേ? 2 ഹാഫ് ഒരു ഫുള്ള് എന്ന് പഠിച്ചാൽ മതി. ഒരു 2 സെമി സർക്കിളുകൾ ഇങ്ങനെ കണ്ടോ? ഒരു മാജിക് കണ്ടോ? 2 സെമി സർക്കിൾ ഇങ്ങനെ വെച്ചു. മാജിക് കണ്ടോ? കണ്ടോ? ഇതെന്താണ്? ഇതൊരു സർക്കിൾ അല്ലേടാ. 2 സെമി സർക്കിൾ കൂടി കഴിഞ്ഞാൽ ഒരു സർക്കിൾ ആണ്. ഇതേ ചിത്രം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇത് കാണുമ്പോൾ ചില ആൾക്കാർ പാമ്പ് ചെയ്യണ മാതിരിയൊക്കെ തോന്നും, പക്ഷെ അല്ല, ഇത് ഈ ചിത്രം തന്നെയാണ്. സോ ദെൻ ഇനി എങ്ങനെ ചെയ്യാം? നോക്കിക്കോട്ടോ. ഈ സർക്കിളിന്റെ സെന്റർ ഇതല്ലേ? അപ്പൊ ഇതെന്താ? റേഡിയസ് അല്ലേ? അപ്പൊ ഇതും എന്താ? റേഡിയസ് അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ വലിയ സർക്കിളിന്റെ സെന്റർ ഇതല്ലേ? ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ഇത് മൊത്തമല്ലേ? അപ്പൊ ആ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ത് വരുവടാ കുട്ടികളെ? R. വലിയ സർക്കിളിന്റെ റേഡിയസിനെ വലിയ R എന്ന് വിളിക്കാം. വലിയ R നീളം 2 കുഞ്ഞ് R അല്ലേ? 2 ചെറിയ R അല്ലേ? സോ ദെൻ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഈ 2 സെമി സർക്കിളിനെ ഒരു കുഞ്ഞ സർക്കിൾ എന്ന് വിളിക്കാം. ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ, ചെറിയ സർക്കിളിന്റെ ഏരിയ ആണ് ഷെയ്ഡ് ചെയ്ത് വെക്കുന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ, വലിയ സർക്കിളിന്റെ ഏരിയ ആണ് ഷെയ്ഡ് ചെയ്യാത്തത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. സ്മോൾ സർക്കിളിന്റെ ഏരിയ എന്താ? സ്മോൾ സർക്കിളിന്റെ ഏരിയ പൈ സ്മോൾ R². വലിയ സർക്കിളിന്റെ ഏരിയ വലിയ R², വലിയ റേഡിയസ്. ചെറിയ സർക്കിളിന്റെ റേഡിയസ് ചെറിയ ആറും വലിയ സർക്കിളിന്റെ റേഡിയസ് വലിയ ആറും അല്ലേ ഇടാ? ആണോ അല്ലേ? ഇനിയാണ് ട്വിസ്റ്റ്. ഇവിടെ പയ്യും വെട്ടിപ്പോയി. ബാക്കി കണ്ടു പോയിക്കോ. ഇവിടെ ഒരു R² ഉണ്ട്. പൈ. എടാ വലിയ ആറിന്റെ നീളം എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞ് ആറല്ലേ? ഇതല്ലേ വലിയ ആറിന്റെ നീളം? ആണോ അല്ലേ? സോ ദെൻ വലിയ ആറിന്റെ വരെ 2 കുഞ്ഞ് ആർന്ന് എഴുതി. 2 കുഞ്ഞ് ആർ. രണ്ടാളുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടല് നിർബന്ധമാണ്. പിന്നെ ആരുമില്ലാത്തവർക്ക് പടച്ചോങ്കാരുണ്ട്. വെറും R² എന്ന് പറഞ്ഞാൽ അത് ഒരു R² ആണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വെട്ടുമ്പോ ചില മൊയന്താളത് 0 എന്നൊക്കെ ഇടും. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ബാക്കി ഇവിടെ പറഞ്ഞുതരാം. ഒരു R² ഇവിടെ ഇത് ബൈ 2R². 2ന്റെ സ്ക്വയർ 4R². മേലെയും തായും R² വെട്ടിപ്പോയില്ലേ? അപ്പൊ ബാക്കി ആൻസർ എന്താ വരിക? 1/4. ദിസ് ഈസ് ദ ആൻസർ. ഇത്രയുള്ള പരിപാടി. ഇനി അടുത്തത് ഇതും അതേപോലെ തന്നെയാണ്. ഇത് സ്ക്വയറിന്റെ സൈഡാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ഏരിയ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് ഏരിയ. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 സെമി സർക്കിൾ ആണ്. ഏരിയ ഓഫ് സർക്കിൾ ബൈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആ സർക്കിളിനെയാണ് കേട്ടോ. അഥവാ 2 സെമി സർക്കിൾ കൂടി ഒരു സർക്കിൾ ആണ്. ബൈ ടോട്ടൽ ഏരിയ പറഞ്ഞ സ്ക്വയർ ആണ്. സർക്കിളിന്റെ ഏരിയ πr² ആണ്. സ്ക്വയറിന്റെ ഏരിയ A² ആണ്. ഇങ്ങോട്ട് നോക്കിക്കോ. സർക്കിളിന്റെ റേഡിയസ് ഇതല്ലേ 6. ഇപ്പൊ ഇതും 6 അല്ലേ? ഇനിയിപ്പോ ഇത് സെന്റർ ഇവിടെ പിടിച്ചാലും ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. ആണോ അല്ലേ? എന്നാ 5 ചോദ്യം ഇതാണ്. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് ഇത് മൊത്തല്ലേ? ഇതേ നീളം തന്നെയല്ലേ ഇത്? ഇതിപ്പോ എത്ര ആറായി? 1 6. ഇപ്പൊ ടോട്ടൽ ഈ വരെ എത്ര ആറായി? 4 ആറായില്ലേ? സോ A എന്ന് പറഞ്ഞാൽ 4 6 ആണ്.
4r എ എന്ന് പറഞ്ഞാൽ 4r. സോ പൈ ആർ സ്ക്വയർ ബൈ എന്റെ പകരം 4r എഴുതി ഹോൾ സ്ക്വയർ. സോ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4ന്റെ സ്ക്വയർ 16 r സ്ക്വയർ വെട്ടിപ്പോയി. ദ ആൻസർ ഈസ് 5/16 ആൻസർ വരും. ഇനി ഇത് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ അധികം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞുതരാം. 10th ക്ലാസ്സിൽ 30 ബോയ്സ് 20 ഗേൾസ്, ടോട്ടൽ 50 കുട്ടികൾ. 10B ക്ലാസ്സിൽ 15 ബോയ്സ് 25 ഗേൾസ്, ടോട്ടൽ 40 കുട്ടികൾ. ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് പെയറിന്റെ എണ്ണം കാണണമെങ്കിൽ എപ്പോഴും ഈ കാര്യം പഠിച്ചാൽ മതി. NA ഇൻറ്റു NB, അഥവാ ഫസ്റ്റത്തെ കള്ളിയത്തെ എണ്ണം ഇൻറ്റു രണ്ടാമത്തെ കള്ളിയത്തെ എണ്ണം, അത് മാത്രം പഠിച്ചാൽ മതി. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് പോയിക്കോ. ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്, ഇവിടെ ടോട്ടൽ എത്ര പേർ പോസിബിൾ ആണ്. അഥവാ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിനെയും ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യണം. അപ്പൊ 2 കുട്ടികൾ ഒരേ സമയം കിട്ടില്ല. അങ്ങനെ പല വെറൈറ്റിയിൽ എടുത്തൂടെ. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബോയിനെ എടുക്കാം, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഗേളിനെ എടുക്കാം, ഒരു ബോഡി, പിന്നെ അടുത്ത പേര്. ഈ ബോയിനെ വെച്ചെന്ന് വെച്ച് ഇവിടുത്തെ 40 കുട്ടികൾക്കും പേരുണ്ടാക്കാം. അത് ഇവിടുത്തെ ഒരു കുട്ടീനെ വെച്ച് 40 പേരുണ്ടാക്കാം. അങ്ങനെ ഇവിടെ 50 കുട്ടികളുണ്ട്. അപ്പൊ 50 കുട്ടികളെ വെച്ച് 50 ഇൻറ്റു 40, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 50 ഇൻറ്റു 40 എത്ര വരും? 50 ഇൻറ്റു 40 2000 വെറൈറ്റി ജോഡികൾ ഉണ്ടാക്കാം. അതിനാണ് ഞാൻ NA ഇൻറ്റു NB ആണ്. ഫസ്റ്റത്തെ കള്ളിയത്തെ എണ്ണം ടോട്ടലാണ് ഇപ്പോൾ ആവശ്യം 50 എണ്ണം. രണ്ടാമത്തെ കള്ളിയത്തെ എണ്ണം 40 എണ്ണം. 50 ഇൻറ്റു 40, സിമ്പിൾ ഐഡിയ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഉള്ളത് 4 ടൈപ്പ് ജോഡിയാ. ഞാൻ 2 ക്ലാസ് ഒന്നും പോയി എടുക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലേ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിന്റെ ക്ലാസ് ഞാൻ എടുക്കണം. നമ്മളെ യൂട്യൂബ് എടുക്കുക, പ്ലേ ലിസ്റ്റുകളിൽ പോവാ. അതിൽ SSLC മാത്സ് 2026-27 പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ തൊട്ടാൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിന്റെ ഒരു പ്യുവർ ക്ലാസ് ഉണ്ട്, കാണുക. അതിൽ വൃത്തിക്ക് പറയുന്നുണ്ട്, മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ദെൻ ഏതായാലും 2 ക്ലാസ് ഒന്നും ആൺകുട്ടികൾ എടുത്താൽ ബോയ്, അഥവാ ഇവിടുന്നും ആൺകുട്ടി, അങ്ങനെയുള്ള എത്ര പേരുണ്ടാവും? രണ്ടിടത്തും ആൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ഫസ്റ്റത്തെ ക്ലാസ് നിന്ന് 30 ആൺകുട്ടികളിൽ ഒന്നിനെയും, രണ്ടാമത്തെ ക്ലാസ് നിന്ന് 15 ആൺകുട്ടികളിൽ നിന്ന് ഒന്നിനെയും എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു പെയറിന്റെ എണ്ണം, ജോഡികളുടെ എണ്ണം കാണണമെങ്കിൽ 2 കള്ളിത്തെ എണ്ണം ഗുണിക്കുക. നമുക്ക് ആൺകുട്ടികളാണ് ആവശ്യം. സോ ആൺകുട്ടികളുടെ എണ്ണം തമ്മിൽ ഗുണിക്കുക. 30 ഇൻറ്റു 15 450 ജോഡി. ഈ 2000 ജോഡികളിൽ 450 ജോഡികൾ ഫുള്ള് 2 ആൺകുട്ടികളുള്ള ജോഡിയാണ്. അപ്പൊ 2 പെൺകുട്ടികളിൽ എത്ര ജോഡി ഉണ്ടാവും? 2 പെൺകുട്ടികളെ എണ്ണം ഗുണിച്ചാൽ മതി. 20 ഇൻറ്റു 25 500 പേരിൽ 2 പെൺകുട്ടികളാണ്, സിഗ്മ ഗേൾസ്. ഇനി ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടി, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി, അങ്ങനെ ജോഡി സെലക്ട് ചെയ്തു. ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി, രണ്ടാമത്തെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി, അങ്ങനെയുള്ള എത്ര ജോഡികളുണ്ടാവും? ഫസ്റ്റത്തെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? 30 എണ്ണം. രണ്ടാമത്തെ ക്ലാസ്സിൽ 25 പെൺകുട്ടികൾ, അങ്ങനെ 750 ജോഡി. ഇനി ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടി, രണ്ടാമത്തെ ക്ലാസ്സിൽ ആൺകുട്ടി, അങ്ങനെ ടോട്ടല് ഇതൊക്കെ പാടെ കൂട്ടിയാൽ 2000 ജോഡികൾ ടോട്ടൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോ, 2 പെൺകുട്ടികളാവാനുള്ള സാധ്യത പ്രോബബിലിറ്റി ചെയ്തുമ്പോൾ എപ്പോഴും ടോട്ടൽ പേഴ്സ് അടിയിൽ എഴുതുക. 2 പെൺകുട്ടികളാവുന്ന ജോഡി ഇത് മാത്രല്ലേ. ഇവിടുന്ന് പെൺകുട്ടി, ഇവിടുന്ന് പെൺകുട്ടി. അപ്പൊ ഇത് 2 ഗുണിച്ചാൽ മതി. ഈ എണ്ണം ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഓൾറെഡി ഇത് എഴുതി വെച്ചാൽ ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ട് തീരും. സോ 2 പെൺകുട്ടികളാവുന്ന ജോഡികൾ 500 ജോഡികളുള്ളത്. ഇത് ചെറുതാക്കുക. 2 0 2 0 5 20 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 1/4 കിട്ടും. ചെറുതാക്കി വെക്കുക. ഇനി 2 ആൺകുട്ടികളാവാനുള്ള സാധ്യത. 2 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ പേര് മാത്രം എടുത്താൽ പോരെ, 2 ആൺകുട്ടികളുള്ള. സോ ദെൻ എന്താ വരിക? ടോട്ടൽ 2000. 2 ആൺകുട്ടികളാവുന്നത് 450. ചെറുതാക്കി നോക്കുക. 9/40 എന്നാ കിട്ടിയത്. ചെറുതാക്കിയ 0 ഒക്കെ വെട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ നോക്കാം. 2 ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആവാനുള്ള സാധ്യത. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുള്ള ജോഡി 2 എണ്ണം അല്ലേ. നോക്കി ഇവിടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഇവിടെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ഇത് 750 എണ്ണം, ഇത് 300 എണ്ണം. ടോട്ടല് 750 300 കൂട്ടി കഴിഞ്ഞാൽ 750 300 ടോട്ടല് 1050 ജോഡി അങ്ങനത്തെ ജോഡികൾ ഉണ്ടാവും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയില്ല. 1050/2000 ചെറുതാക്കി വെക്കുക. 21/40 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി അതിനുശേഷം ഒരാളെങ്കിലും ആൺകുട്ടി, അറ്റ്ലീസ്റ്റ് ഒരു ആൺകുട്ടിയെങ്കിലും ഉള്ള ഏതൊക്കെ ജോഡികളുണ്ട്? ഇതിലൊരു ആൺകുട്ടി ഉണ്ട്, ഇതിലൊരു ആൺകുട്ടിയെങ്കിലും ഉണ്ട്, ഇതിൽ 2 ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. ഒരാൺകുട്ടിയെങ്കിലും വേണമെന്നേ ഉള്ളൂ. ഒരാൺകുട്ടി പോലും ഇല്ലാത്ത ഈ ജോഡി മാത്രം ഒഴിവാക്കിയാൽ പോരെ. ഒരാൺകുട്ടി പോലും ഇല്ലാത്ത ഈ ജോഡി മാത്രം ഒഴിവാക്കിയാൽ പോരെ. സോ ബാക്കിയുള്ള എല്ലാം കൂട്ടുക. അല്ലെങ്കിൽ 2000 നിന്ന് ആ ജോഡി മാത്രം ഒഴിവാക്കുക. അപ്പൊ അത് നിങ്ങൾ എത്ര എന്നുള്ളത് കണ്ടുപിടിച്ച ആൻസർ 1550/2000 ആണ് വരിക. അതെങ്ങനെ വരുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദെൻ ഇത് കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 60 ഡിഗ്രി ഭാഗത്ത് കണ്ണും പൊട്ടിയിട്ട് കുത്തിട്ടാൽ അവിടെ തൊടാനുള്ള ചാൻസ് എത്ര ഉള്ളൂ? 60/360. ചെറുതാക്കി കഴിഞ്ഞാൽ 1/6.
ഇനി എക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് കണ്ണും പൊട്ടി ഒരു കുത്തിട്ടാൽ കൈ തട്ടാനുള്ള സാധ്യത 4/9 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? ഞാൻ പറഞ്ഞ പ്രോബബിലിറ്റി തന്നാൽ മേലത്തെ ആളെ അവിടുത്തെ ആളെ ഉണ്ടെങ്കിലുള്ള ഐഡിയ ഇവിടുത്തെ ടോട്ടൽ ഉണ്ടോ നോക്കുക. ടോട്ടൽ സെൻട്രൽ ആംഗിൾ 360 ആണെന്ന് അറിയില്ല. ടോട്ടൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4/9 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 360 1440. വെട്ടാനൊക്കെ പറ്റും. ഞാൻ വെട്ടിയാകെ ഇരപ്പാക്കണ്ട കരുതിയിട്ടാ. സോ 160 എന്ന് കിട്ടും. ഇവിടെ 160 ആയിരിക്കും എക്സ്. ഇത് 160 ആണെങ്കിൽ ഇത് 140 അല്ലേ വരിക, കാരണം ഒക്കെപ്പാടെ കൂട്ടിയാൽ 360 കിട്ടണ്ടേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് കിട്ടാനുള്ള ഈ കണ്ണും പൊട്ടി കുത്തിട്ടാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആവാനുള്ള പ്രോബിലിറ്റി നിങ്ങൾ ചെയ്ത. ഇനി അതിനുശേഷം ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കമോൺ രമേശ് നോയിക്കോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചിത്രം, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ 4 മുറിച്ച ചിത്രം കണ്ടാൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ലെഫ്റ്റ് ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്. താഴെയുള്ള ട്രയാങ്കിളും മേലുള്ള ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്. എന്താ അങ്ങനെ പറഞ്ഞാ സാറേ? ഇത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ 4 മുറിച്ചപ്പോ ലെഫ്റ്റിലൊരു ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെയുള്ള ആംഗിൾസ് തന്നെ കാരം ഇവിടെയും വരിക. അതേപോലെ തന്നെ മേലൊരു ട്രയാങ്കിൾ ഉണ്ട്, താഴെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. മേലുള്ള ട്രയാങ്കിളത്തെ ആംഗിൾസ് തന്നെ കാരം താഴെയുള്ള ട്രയാങ്കിളും വരിക. ഇത് ട്രിക്കാണ്. കൺസെപ്റ്റ് ഒക്കെ ഞാൻ ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ADB തന്നിട്ടുണ്ട്. ആംഗിൾ ADB ആംഗിൾ ADB 20 ഡിഗ്രി. ആംഗിൾ BAC എത്ര? 50 ഡിഗ്രി. ആംഗിൾ CMD 70 ഡിഗ്രി. ഇത് സെന്റർ എന്നാണ്, സെന്റർ ഒക്കെ എവിടെയാണ് കണ്ടില്ലേ. ഇനി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഐഡിയ പറഞ്ഞത് എന്താ, റൈറ്റ് ട്രയാങ്കിളിലുള്ള ആംഗിൾസ് തന്നെയാണ് ലെഫ്റ്റ് ട്രയാങ്കിളിലും വരിക. അഥവാ റൈറ്റിൽ ഇവിടെ 70 ആണെങ്കിൽ ലെഫ്റ്റ് ട്രയാങ്കിളും അവിടെ 70 ആയിരിക്കും. ഇവിടെ 70. ഇനി ലെഫ്റ്റിൽ ഇവിടെ 50 ആണെങ്കിൽ റൈറ്റ് ട്രയാങ്കിളും അവിടെ 50 ആയിരിക്കും. അഥവാ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതും 50. ഇത് 70ഉം ഇത് 50ഉം ആണെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റും ഇത് 60 ആണ്. കാരണം 3 ആംഗിളും കൂടി കൂട്ടിയ 180 ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ 60 ആണെങ്കിൽ ലെഫ്റ്റ് ട്രയാങ്കിൾ ഇവിടെ 60 തന്നെ ആയിരിക്കും. ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ പറയുന്ന കുറെ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഐഡിയ പറഞ്ഞത്. ഇത് മതി, ഇത് ചെയ്യാൻ പറ്റിയ മതിയല്ലോ. ഇനി നോക്കിക്കോ, ഇത് എത്ര എന്ന് പറയാൻ പറ്റും? ഇത് എത്ര എന്ന് പറയാൻ പറ്റും? ഇതൊരു ലൈനല്ലേ. ഒരു ലൈനുമത്തെ 2 ആംഗിൾ കൂട്ടിയ 180 അല്ലേ കിട്ടണ്ടേ. ഇത് 70 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 110 അല്ലേ വരാം, 110 അല്ലേ വരാം, 110. ഞാനൊരു കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മേലെ എന്ത് വന്നാലും അത് താഴെ വരില്ലേ. സോ താഴെയും 110. മേലെ ഒരു ആംഗിൾ കൂടി ഉണ്ടല്ലോ. മേലെ ഇവിടെ 20 അല്ലേ. അപ്പൊ മേലത്തെ ട്രയാങ്കിളിൽ ഇവിടെ 20 ആണെങ്കിൽ താഴത്തെ ട്രയാങ്കിളും അവിടെ 20 തന്നെ ആയിരിക്കും. സോ ഇവിടെ 20 തന്നെ വരും. ഇനി ഇവിടെ 110 ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ ബുദ്ധിയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റും ഇത് 50 ആയിരിക്കും വരും. അപ്പൊ ഇവിടെ 50. ഇത്രേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആംഗിൾസ് ഒക്കെ എടുത്ത് ചെയ്ത കേട്ടോ, പേര് നോക്കിയിട്ട്. ക്ലോക്കിന്റെ കണക്കിൽ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. മണിക്കൂർ സൂചിയുമായിട്ട് ബന്ധപ്പെട്ട ഹവർ ഹാൻഡിന്റെ കാര്യം മാത്രം പഠിച്ചാൽ മതി. ഒരു ഹവർ ഹാൻഡ് മണിക്കൂർ സൂചിയിൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞുതരാൻ നിൽക്കണില്ല. നോക്കിക്കോ, ഈ ഒരു മണിക്കൂർ, ഇവിടെ ഉള്ള ഒരു മണിക്കൂർ 10 മണിയിലോടത്തുനിന്ന് 11 മണിയിലേക്ക് മാറുമ്പോൾ ഈ ഒരു ഗ്യാപ്പില്ലേ, അഥവാ ഈ അടിയത്തെ ഈ ഒരു ഗ്യാപ്പ്, ഇതിന്റെ സെൻട്രൽ ആംഗിൾ 30 ആയിരിക്കും. ഒരു മണിക്കൂറിന്റെ അടിയിൽ ഇപ്പൊ 10 to 11 അല്ലെങ്കിൽ 11 to 12 ആ ഒരു മണിക്കൂറിന്റെ അടിയത്തെ ഗ്യാപ്പ് 30 ഡിഗ്രി ആയിരിക്കും. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതെങ്ങനെ ചെയ്യാം നോക്കിക്കോ. അപ്പൊ ഈ ഒരു ഭാഗത്തിന് ഈ ഒരു ആംഗിൾ കാണാം. ഈ ഒരു ആംഗിൾ കാണണമെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും. ഈ ആംഗിൾ കാണണമെങ്കിൽ സെൻട്രൽ ആംഗിൾ കാണണം. ഇതാ, ഇതൊരു കോഡ് തന്നെയാണ്. ഇതാ സെൻട്രൽ ആംഗിൾ എത്രയാന്ന് കിട്ടണം. സിമ്പിളാ, നോക്കിക്കോ. ഈ വരുന്നത് ഈ 2 അറ്റത്തു നിന്നല്ലേ, ഈ 4 3 8 3 അല്ലേ. അപ്പോ ഈ കോഡ് ഇപ്പൊ ടോട്ടൽ എത്ര മണിക്കൂറുണ്ട് നോക്കിയാൽ മതി. ഈ കോഡിന്റെ ഇടയിൽ ഇപ്പൊ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ,
4 മണിക്കൂർ. ഓരോ മണിക്കൂർ ഞാൻ എത്ര ഡിഗ്രി പറഞ്ഞ 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി. സോ ടോട്ടൽ ഇവിടെ 120 ഡിഗ്രി. ഇത് 120 ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി. സിമ്പിൾ ടെക്നിക്. ഞാൻ അടുത്ത് ചെയ്യാം. അടുത്ത് ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഉണ്ട്, ഈ 1 to 4 ഈ ചെരിച്ചു പിടിക്കട്ടോ, ചെരിച്ചു പിടിക്കുക. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ പറയും ഇവിടെ 3 മണിക്കൂറുള്ള 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ. 1 മണിക്കൂറിന് 30 വെച്ച് 3 മണിക്കൂറിന് 90. ഈ 90ന് നേരെ പകുതിയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരിക. ഇവിടെ 45 ആണോ അല്ലേ? ഇത് ഫുൾ കേട്ടോ. ഇനി ഇത് എത്രയും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് സിമ്പിൾ ആണ്. 150 അല്ലേ വരിക. അപ്പൊ 150ന്റെ പകുതി ഇവിടെ 75. ഇനി ഇത് ചെയ്യണമെങ്കിൽ സിമ്പിൾ ഐഡിയ ആണ്. ഇതൊരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വര വരക്കുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഇങ്ങോട്ട് പോയിക്കോ. ഒരു സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 ആണ്. ഡയഗണൽ വരുന്നതോടെ അത് പകുതിയായിട്ട് മാറും. സോ ഇത് 45. അതേപോലെ തന്നെ ഇവിടെ 45, ഇവിടെ 45 ആണ്, ഇവിടെ 45 ഉണ്ട്. ഞാൻ ഇതിനല്ലാന്നേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ പി എസ് എന്ന് പറഞ്ഞ ആർക്കുമെന്ന് ഈ പിമെന്നും എസ്എമ്മെന്നും മേജർ ആർക്കൊക്കെ പോയ ആംഗിൾ ആണിത്. അത് 45 ആണെങ്കിൽ അതിന്റെ മൈനർ ആർക്ക്, അതിന്റെ അൾട്ടർനേറ്റ് ആർക്കൊക്കെ പോയ ആംഗിൾ എപ്പോഴും അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. സോ 180 മൈനസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 135 ആയിരിക്കും ആൻസർ വരിക. ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യാം? ഇങ്ങോട്ട് പോയിക്കോ. ഇതെത്ര വരിക? ഇത് 50 അല്ലേ വരിക? ഇത് 100 ആണെങ്കിൽ ഇത് 50. ഇത് 50 ആണെങ്കിൽ നേരെ ഇവിടെ അതിന്റെ സപ്ലിമെന്ററി ഞങ്ങൾ രണ്ടും കൂടി കൂട്ടിയ 180. അപ്പൊ ഇത് 130. ഇത് 130 ആണോ? ഒരു എത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അതല്ലെങ്കിലും കണ്ടുപിടിച്ച ഇതെത്ര? 260 അല്ലേ? കാരണം എന്താ? ഇതൊക്കെ പാടെ കൂട്ടിയ 360. ഇത് 100 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 50. ഇത് 260 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 130. അത്രേ ഉള്ളൂ. സോ ദെൻ ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ടെക്നിക്ക് പിടിച്ചോ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഈ ഗ്യാപ്പിലുള്ള ആംഗിളും കൂട്ടിയാലാണ് ഇവിടുത്തെ ആംഗിൾ വരിക. അഥവാ ഈ ഗ്യാപ്പിലുള്ള ആംഗിളും കൂടി കൂട്ടിയാലാണ് മേലത്തെ ആംഗിൾ വരിക. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇതിന്റെ ടെക്നിക്കുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ ഞാൻ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആവുകയാണെങ്കിൽ കണ്ടിട്ടല്ലാതെ പോവാതെക്കണ്ട, നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണത്. അപ്പൊ ഇത് എത്രയായിരിക്കും വരിക? 100 അല്ലേ? എടാ ഇത് സെന്റർ ആണ്, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. റേഡിയസുകളൊക്കെ ഈക്വൽ അല്ലേ? 2 റേഡിയസ് ഈക്വൽ ആകുമ്പോൾ ഈ ചോന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയില്ലേ? 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 40ഉം ഇത് 40ഉം അല്ലേ വരും? കാരണം ടോട്ടൽ 180 100 ഇവിടെ പോയി, ബാക്കി 80 ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ വരും. സോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇതെത്ര വരിക? 150 വരിക ആണോ അല്ലേ? കാരണം ടോട്ടൽ 360 അല്ലേ? ഈ 150ന്റെ പകുതിയാണ് ഇവിടെ വരിക, 75. ഈ 210ന്റെ പകുതിയാണ് ഇവിടെ വരിക, 105. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഐഡിയ. ഇത് നോക്കിക്കോ. ഇത് 130 അല്ലേ വരിക? കാരണം ഒരു ലൈനും 2 ആംഗിൾ 180 ആണ്. ലീനിയർ പെരേഖീയ ജോഡി. ഇത് 130 ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് 50 ആയിരിക്കും. കാരണം ഓപ്പോസിറ്റുള്ള ഈ 2 ആംഗിൾ കൂട്ടിയ 180 കിട്ടണം. ഇത് ഓപ്പോസിറ്റ് 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. ആണോ അല്ലേ? ഇനി ഇത് 100 ആണെങ്കിൽ ഇത് 40 and 40 ആയിരിക്കും. കാരണം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇനി ഇത്രയൊക്കെ ഇതിൽ കണ്ടുപിടിച്ചാനുള്ളൂ, ഇതൊക്കെ ചോദിക്കുള്ളൂ. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ലൈന് ഇത് രണ്ടും പാരലൽ ആണെന്ന് പറഞ്ഞേക്കണം. ഇതവിടെ OC is parallel to DE. എന്തിനാ പറഞ്ഞു വെച്ചാല് 2 ലൈനുകൾ പാരലൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഈ അടിയത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. കാരണം അത് അൾട്ടർനേറ്റ് ആംഗിൾ ആണ്, മറുകോൺ. അതേപോലെ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതൊക്കെ അവിടെ കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അതേ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതേമാതിരി 2 പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ തന്നെ ഉറപ്പിച്ചു അതിന്റെ ഉള്ളിൽ ഒരു Z കാണുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ ഒരു Z കാണും. Z കാണുകയാണെങ്കിൽ ഈ കുനുപ്പത്തെ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ Z കാണുന്നുണ്ടോ നോക്കി. ഇതൊരു Z അല്ലേ? ഈ കുനുപ്പത്തെ ആംഗിൾ തന്നെ ഈ കുനുപ്പില്. ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 കിട്ടിയല്ലോ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. സർക്കിളിന്റെ സെന്റർ ആണത്. സെന്റർ നിങ്ങട്ടുള്ള വരെ റേഡിയസ്, ഇതും റേഡിയസ്.
റേഡിയസുകളൊക്കെ ഈക്വലാണ് ആണോ അല്ലേ? ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ, രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റിൽ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അഥവാ ഇത് 50 ആണെങ്കിൽ ഇതും 50 തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ഈ റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് ഇതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇതും അതേപോലെ തന്നെ ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണ്, ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണ്. ഭാഗ്യത്തിന് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ആണ്. ഇത് 60 ആണെങ്കിൽ ഇവിടെ 60, ഇവിടെ 50 ഇവിടെ 50 ആണെങ്കിൽ 100 പോയി, ഇനി ബാക്കി 80 ആണോ അല്ലേ? ഇപ്പൊ ടോട്ടൽ ഈ ആംഗിൾ എത്രയായി? ഈ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് മാറി? 140 ആയിട്ട് മാറിയില്ലേ? സെൻട്രൽ ആംഗിൾ 140 ആണെങ്കിൽ സർക്കിൾ മൊത്തം ആംഗിൾ അതിന്റെ പകുതി അല്ലേ വരിക? 70 അല്ലേ വരിക? ഇനി ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു ഐഡിയ ഓർമ്മ ഉണ്ടോ? ഇവിടുത്തെ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ഗ്യാപ്പത്തെ രണ്ട് ആംഗിൾ കൂട്ടിയാൽ മതി എന്നുള്ള ഓർമ്മ ഉണ്ടെന്ന് പ്രതീക്ഷിക്കണം. ഓർമ്മ എല്ലാ ആൾക്കാരാണെങ്കിൽ എങ്ങനെ വരും? ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഗ്യാപ്പത്തെ രണ്ട് ആംഗിൾ കൂട്ടിയാലാണ് ഇത് കിട്ടുക. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 70 കിട്ടണമെങ്കിൽ ഈ 35ന്റെ ഒപ്പം എന്ത് കൂട്ടണം? ഒരു 35 പാടെ കൂട്ടണ്ടേ? സിമ്പിൾ ഐഡിയ. സോ ഗ്യാപ്പത്തെ ആംഗിൾ കൂട്ടിയാലാണ് അവിടെ കിട്ടുക എന്നുള്ളത് ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ 35 ഈക്വൽ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഭാഗ്യത്തിന് ഈക്വൽ ആയതാ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. സോ ഞാൻ ഈ ആൻസർ ചെയ്താൻ വേണ്ടിട്ട് ഞാനൊരു വര എങ്ങനെ വരക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് ഈ രണ്ട് ലൈന് പാരലൽ ആണെന്ന് പറഞ്ഞത്. പാരലലിന്റെ ഉള്ളിലുള്ള ഒരു സെഡ് കാണാൻ പറ്റുണ്ടോ? സെഡ് കാണാൻ പറ്റണമെങ്കിൽ തന്നെ ഉറപ്പിച്ചോ ഉണ്ടോ? ഇവിടുത്തെ ആംഗിൾ തന്നെ ഈകാരം ഇവിടെയും വരിക, അങ്ങനെ പഠിച്ചാൽ മതി. സോ ഇത് 35 ആണെങ്കിൽ ഇതും 35. പാരലൽ ആണെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, പാരലൽ അവിടെ തന്നിട്ടുണ്ടോ നോക്കി വായിച്ചു നോക്കുക. ഇനി ഈ ട്രയാങ്കിളത്തെ ആംഗിൾസ് മൊത്തം കാണാനാണ് പറഞ്ഞത്. സിമ്പിൾ ആണ്, നോക്കും. ഞാൻ ഈ വര വരക്കുന്നതോടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു 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 ഡയമീറ്റർ വരച്ചാൽ ഇത് സെമി സർക്കിൾ ആണ്, ഇതും സെമി സർക്കിൾ ആണ്. സെമി സർക്കിളത്തെ ആംഗിൾ എപ്പോഴും 90 ആണ്. ഇങ്ങനെ സെമി സർക്കിളത്തെ ആംഗിൾ കണ്ടുപിടിച്ചാൽ ഡയമീറ്ററിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങും, സെമി സർക്കിളുമ്പോൾ തട്ടും, മറ്റേ അറ്റത്ത് പോയി അവസാനിക്കും. അതേപോലത്തെ ഒരു ആംഗിൾ അടിയിലുണ്ടോ നോക്കി. എമെന്ന് തുടങ്ങി സെമി സർക്കിളുമ്പോൾ തട്ടി മറ്റേ ബിയിൽ അവസാനിച്ചു, ഇതല്ലേ? അപ്പൊ ഇത് സെമി സർക്കിളത്തെ ആംഗിൾ ആണ്, ഇത് 90 ആണ്. ഓക്കെ ആണല്ലോ? സോ ഇത് 90 ആണെങ്കിൽ ഇത് 35, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും? ഒരു ട്രയാങ്കിൾ അല്ലേ ഇത്? അപ്പൊ ഇത് 55 ആയിരിക്കും. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളത്തെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ അത് 55. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ വര വരച്ചതോടെ ഈ മൂലയും ഈ മൂലയും ഈ മൂലയും ഈ മൂലയൊക്കെ സർക്കിൾ മേതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം എന്നാ അങ്ങനെ നോക്കിക്കോ. ചക്രീയ ചതുർഭുജം ആയതുകൊണ്ട് തന്നെ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അതിന്റെ സപ്ലിമെന്ററി ആംഗിളേക്ക് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. 55 എത്ര കൂട്ടിയാലും 180 കിട്ടുക? 125. ഇത് അങ്ങോട്ട് നോക്കിക്കോ. ഈ പച്ച ട്രയാംഗിൾ ഉണ്ടല്ലേ, ഇത് 35, 125 ആണെങ്കിൽ ഇത് കണ്ടുപിടിച്ചൂടെ? 20 അല്ലേ വരിക? കാരണം 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ് വരിക. സോ ഇത്രയാണ് നമ്മളെ ഇന്നത്തതിലുള്ളത്. 5ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. അല്ലെങ്കിൽ SLC മാത്സിന്റെ ഒരു പ്ലേ ലിസ്റ്റ് കൂടി ഉണ്ട്. മാത്തമാറ്റിക്സ് 2026 അല്ല, ജസ്റ്റ് SLC മാത്തമാറ്റിക്സ് ആണ് ഉണ്ട്. അതിൽ 5ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് സാർ എന്നോട് ചോദിച്ചോളൂ, ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.